السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نشهد أن لا إله إلا الله ولي الصالحين ونشهد أن سيدنا محمدًا عبده ورسوله صادق الوعد الأمين. اللهم صل وسلم وزد وبارك على رسولك سيدنا وملاذنا وشفيعنا محمد رحمة للعالمين وعلى آله وأصحابه وأتباعه إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم وبئس المهاد. صدق الله العلي العظيم. الأم مدرسة إذا أعددت شعبا طيب الأعراق. الأم روض إن تأحده الحياء بالري أورق أيما إراقي. الأم أستاذ الأساتذة الأولى شغلت مآثرهم مدى الآفاق. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവും സൗമ്യദീപ്തമായ സാന്നിധ്യം കൊണ്ടും കർമ്മധീരമായ നേതൃത്വം കൊണ്ടും നമ്മുടെ ഈ പ്രദേശങ്ങളിലാകെ പ്രകാശം പരത്തുന്ന പ്രിയങ്കരനായ ഷെയ്ഖുന പി സയ്യിദ് മുസ്ലിയാർ ഉസ്താദ് അവർകളെ, ബഹുമാന്യരായ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളും ദൈക്ഷണികമായ വൈഭവം കൊണ്ട് പ്രതിഭാവിലാസം കൊണ്ട് നമ്മെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള പണ്ഡിത സുഹൃത്ത് പ്രിയങ്കരനായ ഹംസ റഹ്മാനി ഉസ്താദ്, ബഹുമാന്യരായ അലി ഫൈസി മജീദ് ബാക്കവി, പ്രിയങ്കരനായ നമ്മുടെ പ്രസിഡന്റ് കുഞ്ഞു ഹാജി, കമ്മുട്ടി ഹാജി, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ഉസ്താദുമാർ, പണ്ഡിത മഹത്തുക്കൾ, ഈ മഹല്ലിൻ്റെ സ്ഥാപനങ്ങളുടെ സാരഥികൾ, ഭാരവാഹികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുത്തഅല്ലിമീങ്ങൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥിനികൾ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന
സ്വാലിഹായ ഒരു അമലായി നമ്മുടെ ഈ സംഗമത്തെ ഖബൂൽ ചെയ്യട്ടെ. കിഴക്കൻ ഏറനാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നന്മകൾ കൊണ്ട് ഏറെ സമ്പന്നവും സമൃദ്ധവുമായിട്ടുള്ള ഈ മാമ്പുഴയിൽ മഹാനായ അലി ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ വറഫഅ ദറജതഹും ഫിൽ ജന്ന വനഫഅനാ വമല്ലനാ ബിഹിം ഫിദ്ദാറൈൻ. അവിടുത്തെ ഈ ആണ്ടനുസ്മരണ ഉറൂസ് മുബാറക്കിൽ നാം പങ്കെടുക്കുമ്പോൾ അത് അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ്. പടച്ച റബ്ബിന്റെ വലിയ തൗഫീഖാണ്. അവരെ സ്നേഹിക്കാനും ഓർക്കാനും അവരുടെ ചാരത്ത് വന്നിരിക്കാനും നമുക്ക് അവസരമുണ്ടായതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും മഹാന്മാരോടൊപ്പം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചേരുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇതുപോലെയുള്ള ഉറൂസുകളിലും അനുസ്മരണ സദസ്സുകളിലുമൊക്കെ നാം പങ്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ധന്യമായ ചരിത്രത്തിലേക്ക്, മനോഹരമായ നമ്മുടെ ഇന്നലകളിലേക്ക് നാം അറിയാതെ തിരിഞ്ഞു നോക്കുകയാണ്. ഹിസ്റ്ററീസ് മേക്ക് മെൻ വൈസ്. ചരിത്രമാണ് മനുഷ്യനെ അബദ്ധങ്ങളിൽ ചെന്നു ചാടാതെ വിവേകത്തോടുകൂടെ മുന്നോട്ടു പോകുവാൻ ആവശ്യമായ പക്വത നൽകുന്നത് എന്ന് പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ നാം വിലയിരുത്തുകയാണെങ്കിൽ വലിയ വലിയ സൗഭാഗ്യങ്ങളുടെ പറുദീസയിൽ കഴിയുന്നവരാണ് നാം എല്ലാവരും. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത സുരക്ഷിതത്വം, നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധി, ഓരോ നിമിഷവും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ അപേക്ഷിച്ചു നോക്കിയാൽ ഇതൊക്കെ വളരെ വലുതാണ്, നിസ്തുലമാണ്, അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ അനുഗ്രഹങ്ങളുടെ നടുവിൽ നാം നിൽക്കുമ്പോൾ ആലോചിക്കേണ്ടത് നാം എങ്ങനെയാണ് നാം ആയി തീർന്നത് എന്ന കാര്യമാണ്. നമുക്കെങ്ങനെയാണ് ഇത്രമേൽ സുരക്ഷിതമായ, സമൃദ്ധമായ, സന്തോഷകരമായ ഒരു വർത്തമാനമുണ്ടായത്? അതിനുവേണ്ടി ഇന്നലകളിൽ നമ്മുടെ മഹത്തുക്കൾ എന്തെല്ലാം അധ്വാനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന സന്ദർഭമാണിത്. ലോകത്തെ ഏത് സമൂഹത്തെയും ലോകം മൂല്യം കൽപ്പിക്കുന്നത് ആ സമൂഹം അവരുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്, അത് വിലയിരുത്തിക്കൊണ്ടാണ്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ അഡ്രസ്, ഏറ്റവും വലിയ മേൽവിലാസം എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ വിശ്വാസം തന്നെയാണ്. ഏത് സമൂഹവും അവരുടെ മൂല്യങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ലോകം അവരെ അംഗീകരിക്കുന്നത്, ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. വഇന്നമൽ ഉമ്മമുൽ അഖ്ലാഖു മാ ബഖിയത് വഇൻഹും ദഹബത് അഖ്ലാഖുഹും ദഹബൂ. അഖ്ലാഖ് പോയി കഴിഞ്ഞാൽ
സംസ്കാരങ്ങളിൽ നിന്ന് ദൂരേക്ക് പോയി മറഞ്ഞാൽ പിന്നെ ഒരു സമുദായത്തിനും ലോകത്ത് വിലയുണ്ടാവുകയില്ല, ഒരു സമൂഹത്തെയും ലോകം ആദരിക്കുകയില്ല. The decline and fall of the Roman Empire, റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയും പതനവും എന്ന് പറയുന്ന ലോകപ്രശസ്തമായ ഒരു ഗ്രന്ഥമുണ്ട്. എഡ്വേർഡ് ഗിബ്ബൺ ആണത് എഴുതിയത്. അതിൽ അദ്ദേഹം ഒരു കാലത്ത് ലോകത്തെ മുന്നോട്ട് നയിച്ച റോമൻ സാമ്രാജ്യത്തിന്റെയും സംസ്കാരത്തിന്റെയും തകർച്ചയുടെ കഥകളും അതിന്റെ കാരണങ്ങളുമാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര പ്രബലമായ ഒരു ശക്തി, ഇത്രയും ഉന്നതമായ ഒരു സാമ്രാജ്യം നിലംപരിശായി പോയത്? അതിന് പല കാരണങ്ങൾ ബാഹ്യമായിട്ട് കാണാം. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അതിക്രമണം അതിന്റെ ഒരു ഭാഗമാണ്. ശക്തമായി ആ പ്രദേശങ്ങളിൽ ഉണ്ടായ ഭൂമി കുലുക്കങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഭൗമ പ്രതിഭാസങ്ങൾ അതിന്റെ മറ്റൊരു കാരണമാണ്. പടർന്നു പിടിച്ച സാംക്രമികമായ രോഗങ്ങൾ, ഒരുപാട് ആളുകളെ കൊന്നടക്കിയ സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ അതിന്റെ ഒരു കാരണമാണ്. എന്നാൽ ഗിബ്ബൺ പറയുന്നു, അതിനേക്കാൾ വലിയ കാരണമായി എനിക്ക് തോന്നിയത് സാംസ്കാരികമായ റോമനുടെ അധപ്പതനമാണ്. സംസ്കാരം നശിച്ചുപോയി. ആ സാമ്രാജ്യത്തിന് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തിൽ നിന്നവർ പിന്നോട്ട് പോയി. അവിടെയാണ് അവർക്ക് വഴിപിടച്ചു പോയത്, അവിടെയാണ് അവർക്ക് കാലിടറിപ്പോയത്. അതിന് അദ്ദേഹം എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ഒരു സ്വഭാവം വൈവാഹികമായ കുടുംബ ജീവിതത്തോടുള്ള ആ രാജ്യത്തിന്റെ താല്പര്യം നശിച്ചുപോയി എന്നുള്ളതാണ്. ഒരു കാലത്ത് റോമയിലെ കുടുംബ ബന്ധങ്ങൾ ലോക ദാമ്പത്യത്തിന്റെ മാതൃകകളായി വിരസിച്ചിരുന്നു എന്നുള്ളതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ ആളുകൾ പറയുമ്പോൾ ഉത്തമമായ ദാമ്പത്യത്തിന്റെ മാതൃകയായി ചൂണ്ടിക്കാണിച്ചിരുന്നത് റോമൻ ദമ്പതികളെയാണ്. അവര് പരസ്പരം കാണിച്ചിരുന്ന സ്നേഹം, മാതാപിതാക്കളോട് കാണിച്ചിരുന്ന ആദരം, മക്കളുടെ കാര്യത്തിൽ കാണിക്കുന്ന കരുതലും കാവലും കാരുണ്യവും, ഇതൊക്കെ ഒരു കാലത്ത് വലിയ ചരിത്രമാണ്. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ റോമക്കാരായ ആളുകൾ അവരുടെ സംസ്കാരത്തിൽ നിന്ന് പിറകെ പോയി. അവരതിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് സഞ്ചരിച്ചു. വിവാഹം അവർക്ക് തലവേദനയായി തോന്നി. കുടുംബ സംവിധാനങ്ങൾ അവർക്ക് ഭാരമായി. സന്താന ശിക്ഷണത്തോട് അവർക്ക് അലർജി തോന്നി. ആണായാലും പെണ്ണായാലും ഒരുപാട് പണം ഉണ്ടാക്കണം, ഒരുപാട് കാശ് സമ്പാദിക്കണം, രണ്ടു കൂട്ടർക്കും നല്ലതുപോലെ വരുമാനമുണ്ടാകണം. പിന്നെ ശാരീരികമായിട്ടുള്ള സംസർഗങ്ങൾ, സുഖങ്ങൾ, അത് അതിന്റെ സമയത്ത് മുറ പോലെ നടക്കണം. അതിനപ്പുറത്ത് വിവാഹം എന്ന് പറയുന്ന ഒരു കൽപ്പന എന്തിനാണ്? കല്യാണം എന്ന് പറയുന്ന ഒരു കൾച്ചർ എന്തിനാണ്? സന്താനങ്ങളെ പരിപാലിക്കാൻ മാത്രം എന്തിരിക്കുന്നു എന്നിങ്ങനെയുള്ള അരാജകത്വത്തിന്റെ ചിന്തകൾ റോമാ സാമ്രാജ്യത്തിലെ ആളുകളുടെ ഹൃദയത്തെ ഭരിക്കാൻ തുടങ്ങുമ്പോഴാണ് ലോകത്തെ ഭരിച്ചിരുന്ന ആ സാമ്രാജ്യം നിലം പരിശാകുന്നത് എന്ന് ചരിത്രകാരൻ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദി റോമൻ എംപയർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയാണ്. ഏത് സമുദായത്തിന്റെയും അവസ്ഥ ഇതാണ്. നമ്മെ നാമാക്കുന്ന ഒരു പ്രത്യേകമായ സംസ്കാരമുണ്ട്, അതിന്റെ വ്യത്യസ്തമായ ഭാവതലങ്ങളുണ്ട്. അതിൽ നിന്ന് നാം എന്ന് മാറുന്നുവോ അന്ന് നമ്മുടെ പതനം ആരംഭിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ മേൽവിലാസം എന്ന് പറയുന്നത് ഈമാനാണ്. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. പാറ പോലെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ, ഏതു വലിയ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഹസ്ബുനല്ലാഹു
വനിഅമൽ വകീൽ. ഏതു പ്രതിസന്ധിയെയും പുഞ്ചിരിയോടുകൂടെ നേരിടാൻ കഴിയുന്ന മാജിക് അറിയാവുന്നവരാണ് മുഅ്മിനീങ്ങൾ. അവരുടെ മുമ്പിലുള്ള മാന്ത്രിക വാചകമാകുന്നു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ആ മന്ത്രം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഉമ്മത്തിനെ എങ്ങനെയാണ് നശിപ്പിക്കാൻ സാധിക്കുക? ആർക്കാണ് അവരെ തകർത്ത് തരിപ്പണമാക്കാനാവുക? അവരോട് സംവദിക്കാൻ വന്നവർ, അവരോട് ഗണ്ഡനത്തിനും മണ്ഡനത്തിനും വന്നവർ തോറ്റുപോയ ചരിത്രമേ ലോകത്തുള്ളൂ. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലെ നമ്രൂദുമായിട്ട് വലിയ ഒരു സംവാദം നടക്കുന്നു. ഖുർആൻ ആ സംവാദത്തിന്റെ കഥ പറഞ്ഞു. നമ്രൂദിന്റെ അരികിൽ വന്ന് ലോകനാഥനായ രക്ഷിതാവായ അല്ലാഹുവിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തുകയാണ്. റബ്ബിയല്ലദീ യുഹീ വയുമീത്. മഹാരാജാവിന് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുമ്പോ ആദ്യം തന്നെ പറയുന്ന വാക്ക് എന്റെ നാഥനായ അല്ലാഹു ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിവുള്ളവനാണ്. അവന് ഹയാത്ത് നൽകും, അവൻ മൗത്തും കൊടുക്കും. അതാണ് എന്റെ റബ്ബിന്റെ ഏറ്റവും വലിയ സവിശേഷത. കാഞ്ഞ ബുദ്ധിയായിരുന്നു നമ്രൂദിന്. ക്രൂരമായ വിനോദങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഹോബി. രണ്ട് പാവപ്പെട്ട അടിമകളെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. രണ്ട് അടിമകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് വറങ്ങലിച്ച് നിൽക്കുകയാണ്. അതിലൊരാളെ കണ്ടപാടെ കഴുത്തു നോക്കിയിട്ടൊരൊറ്റ വെട്ട. പാവം ആ മനുഷ്യൻ രണ്ട് കഷ്ണമായിട്ട് വീണുപോയി. നമ്രൂദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടോ ഇബ്രാഹിമേ, അന ഉഹീ വ ഉമീത്. എനിക്കും അറിയാം നിന്റെ റബ്ബിനെ പോലെ ഈ പറഞ്ഞ രണ്ട് പരിപാടിയും. ഇവിടെ ഒരു അടിമ വന്നു, ഞാൻ അവന്റെ കഴുത്തിനൊറ്റ വെട്ടുവെട്ടി, അവൻ മരിച്ചുപോയി. അടുത്ത ആള് കണ്ടോ അവിടെ നിൽക്കുന്നു, ഞാൻ അവനെ ഒന്നും ചെയ്യുന്നില്ല, നിനക്ക് പോവാം. രണ്ടാമത്തെ ആള് സമാധാനത്തോടെ തിരിച്ചുപോയി. ഈ രണ്ട് അടിമകളെ കാണിച്ചുകൊണ്ട് നമ്രൂദ് വാദിക്കുകയാണ്, ഇബ്രാഹിമേ അലൈഹിസ്സലാം, കണ്ടില്ലയോ നിന്റെ റബ്ബിന്റെ അതേ ജോലി ഞാനും എടുക്കുന്നുണ്ട് മനോഹരമായി. ഇവിടെ രണ്ടാള് വന്നു, ഒരാൾക്ക് ഞാൻ ജീവിതം കൊടുത്തു, വേറെ ഒരാൾക്ക് ഞാൻ മരണവും കൊടുത്തു. നിന്റെ റബ്ബ് അതന്നെയല്ലേ ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നവർക്ക് ജീവിതം കൊടുക്കും, ഉദ്ദേശിക്കുന്നവർക്ക് മരണം കൊടുക്കും. അപ്പൊ ഞാനും നിന്റെ റബ്ബും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഞാൻ എന്തിന് നിന്റെ റബ്ബിനെ ആരാധിക്കണം? എന്റെ അനുയായികൾ എന്നെ വിട്ടുകൊണ്ട് എന്തിന് നിന്റെ റബ്ബിന്റെ കൂടെ വരണം? നമ്രൂദിന്റെ ചോദ്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ചോദ്യത്തിന്റെ മുമ്പിൽ ചൂളിയില്ല. അവിടെന്ന് പറഞ്ഞു, ഖാല ഇബ്രാഹിമു فإن الله يأتي بالشمس من المشرق. Sun rises in the east. എത്രയോ കാലമായി ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. എന്റെ റബ്ബാണ് കിഴക്ക് റബ്ബി, ആ സൂര്യനെ ഉദിപ്പിക്കുന്നവൻ. നമ്രൂദ് രാജാവേ, നിങ്ങളും അതുപോലെ റബ്ബാണെങ്കിൽ ഫഅതി ബിഹാ മിനൽ മഗ്രിബി, ഞാൻ ഒന്ന് കാണട്ടെ, നാളെ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറ് നിന്നാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഫഅതി ബിഹാ മിനൽ മഗ്രിബ് ഫബുഹിതല്ലദീ കഫർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സിമ്പിളായ ഈ വാദത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അന്താളിച്ചു നിന്നുപോയി നമ്രൂദ്. ഇത് കർത്തവ്യതാ മൂടനായി പോയി നമ്രൂദ്. ഇതാണ് ഈമാൻ. ഈമാനുള്ള മനുഷ്യരെ തോൽപ്പിക്കുവാൻ ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. അത് അന്നും എങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, ലോകം നിലനിൽക്കുന്ന കാലമത്രയും അങ്ങനെ തന്നെയാണ്. ആഗ് ഹേ നമ്രൂദ് ഹേ ഔലാദ ഇബ്രാഹിം ഹേ. നമ്രൂദുമാര് വരും,
അവരുടെ അഗ്നികുണ്ഡങ്ങളും തീർക്കും. പക്ഷെ ഇബ്രാഹിമി സന്താനങ്ങൾ ലോകത്തുള്ളിടത്തോളം കാലം ക്യാ കിസി കോ കിസി പർ ഇംതിഹാൻ മഖ്സൂദ് ഹേ. ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വരൂ, ഈമാനുള്ളവരെ പരാജയപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല. എന്റെ ബഹുമാന്യരായ ഗുരുനാഥർ, നമ്മുടെ ഗുരുനാഥർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 20 വർഷക്കാലത്തെ സാരഥിയായിരുന്ന മഹാനായ ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ അവിടുന്ന് പറയാറുള്ള ഒരു സംഭവം, അവിടുത്തെ ചെറിയ ഉപ്പാപ്പ, അതായത് പിതാവിന്റെ എളാപ്പയായിരുന്ന ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ഒരിക്കൽ ഇതുപോലെ ഒരു വേദിയിൽ ഇങ്ങനെ ഗാംഭീര്യത്തോടുകൂടെ എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തിനോട് നരകത്തിന്റെ ഭീകരതകൾ വിശദീകരിച്ച് പ്രസംഗിക്കുകയാണ്. നരകത്തീയുടെ കാഠിന്യം, നരകത്തിൽ വരാൻ പോകുന്ന അദാബുകളുടെ ഭീകരമായ ഭാവഭേദങ്ങൾ, ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ സംസാരിക്കുമ്പോ ഒരു നിരീശ്വരവാദിയായ ആള് സ്റ്റേജിന്റെ അരികിൽ വന്നുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടി ചോദിച്ചു, നിങ്ങൾ പറഞ്ഞല്ലോ ഇബ്ലീസാണ് നരകത്തിൽ സത്യനിഷേധികളായ ആളുകളുടെ നേതാവായിട്ടുണ്ടാവുക. ഇബ്ലീസിന്റെ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. എന്റെ ചോദ്യം ഇതാണ്, ഇബ്ലീസ് പടക്കപ്പെട്ടത് തീയിൽ നിന്നാണ്. അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയുന്ന കാര്യമാണ്, എനിക്കും അതറിയാം. തീയിൽ നിന്ന് പടക്കപ്പെട്ട ഇബ്ലീസിനെ തീയാകുന്ന നരകത്തിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞിട്ട് എന്ത് കാര്യം? അല്ലേ? തീയിൽ മുളച്ചത് വെയിലത്ത് വാടുമോ എന്ന് നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്. തീയിൽ മുളച്ചതാണെങ്കിൽ വെയിലത്ത് വാടൂലല്ലോ. ഇബ്ലീസ് മുളച്ചത് തീയിലാണെങ്കിൽ ആ ഇബ്ലീസിനെ തീയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചതുകൊണ്ട്, തീ കൊണ്ട് ശിക്ഷിച്ചതുകൊണ്ട്, നരകത്തിന്റെ അദാബ് കൊടുത്തതുകൊണ്ട് ഇബ്ലീസിന് എന്ത് കിട്ടാനാണ്? കേൾക്കുമ്പോ ഇന്നത്തെ കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും ആളുകൾക്ക് ഒരു കൗതുകം ഉണ്ടാവും, പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ എന്ന് ചില ആളുകൾക്ക് തോന്നും. പക്ഷേ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റേജിന്റെ അരികിൽ നിന്ന് കുറച്ച് ചരക്കല്ല് കണ്ട് വാരിയിട്ട് ചോദിച്ച ആളെ പുറം നോക്കിയിട്ട് ഒരു ഏറ് വെച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, വേദനിച്ചോന്ന് ചോദിച്ചു. അയാൾ ഈ കല്ലുകൊണ്ടുള്ള ഏറ് കൊണ്ട് പൊളയുകയാണ്. പറഞ്ഞു, നീ മണ്ണുകൊണ്ട് പടക്കപ്പെട്ടവനാണ്. മണ്ണുകൊണ്ട് പടക്കപ്പെട്ട നിന്നെ മണ്ണുകൊണ്ട് ഞാൻ എറിഞ്ഞപ്പോൾ, ശിക്ഷിച്ചപ്പോൾ നിനക്ക് വേദനിച്ചു. നീ വേദന കൊണ്ട് കിടന്ന് പൊളയുന്നു. പിന്നെ എന്താണ്? തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഇബ്ലീസിനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞാൽ അതൊരു ശിക്ഷയാവാതിരിക്കുന്നത് എങ്ങനെ? ഈമാൻ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യരെ ചോദ്യങ്ങളിലൂടെ, മറുചോദ്യങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളതിന് ചരിത്രം മുഴുവനും സാക്ഷ്യമാണ്. റോമൻ ചക്രവർത്തിയുടെ മുന്നിൽ ഒരു ഇസ്ലാമിക പണ്ഡിതനെ കൊണ്ടുവരണം എന്ന് അലുദുദ്ദൗല ചക്രവർത്തിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. 4-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായ മഹാനായ ഖാലി അബൂബക്കർ ബാഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരെയാണ് രാജാവ് ദൂതനായിട്ട് പറഞ്ഞേക്കുന്നത്. ഖാലി അബൂബക്കറുൽ ബാഖില്ലാനി റളിയല്ലാഹു തആല അൻഹു ചില്ലറ പണ്ഡിതനല്ല, സാധാരണ ഒരു ആലിമല്ല. അല്ലാഹുവല്ലാതെ വേറെ ഒരാളെയും ഭയപ്പെടാതെ ഏറ്റവും ഉന്നതമായ ജീവിതം നയിക്കുന്നയാളാണ് ബാഖില്ലാനി തങ്ങൾ. വരുന്നു. രാജാവിനറിയാം ഈ മുസ്ലിമീങ്ങളുടെ ഒരു സ്വഭാവം, പ്രത്യേകിച്ച് വലിയ വലിയ ആലിമീങ്ങളുടെ ഒരു സ്വഭാവം. അവർ ഒരാളുടെ മുമ്പിലും തല കുനിച്ചു നിൽക്കില്ല. അള്ളാന്റെ മുമ്പിലല്ലാതെ ഒരാളുടെ മുമ്പിലും തല കുനിച്ചു നിൽക്കാൻ അവർക്കറിയില്ല. കിസി കെ സാമനെ സർ നഹി ജുഖായേംഗെ. അത് രാജാവിനറിയാം. അപ്പൊ രാജാവ് ഒരു തന്ത്രം ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നു. ഈ വരുന്ന പണ്ഡിതൻ, സാധാരണ മനുഷ്യന്മാര് വരുമ്പോ എന്റെ മുന്നിൽ സാഷ്ടാംഗം വീഴുകയാണ് ചെയ്യുന്നത്, കമിഴ്ന്നങ്ങ് വീഴും.
എന്നോടുള്ള ബഹുമാനം കാണിക്കാൻ. ഇയാൾ അങ്ങനെ ചെയ്യൂല, സുജൂദ് ചെയ്യില്ല. തലകുനിച്ചുകൊണ്ട് എന്റെ മുമ്പിലൊന്നും നിൽക്കുക പോലുമില്ല. ഈ വരുന്ന പണ്ഡിതനെ എങ്ങനെയെങ്കിലും എന്റെ മുന്നിൽ ഭവ്യതയോടെ വിനയത്തോടുകൂടെ ഒന്ന് നിർത്തണമല്ലോ. എന്താണ് അതിന് വഴി എന്ന് ആലോചിച്ചു. കുറെ ആലോചിച്ചപ്പോ മൂപ്പർക്ക് മനസ്സിലായി, കൊട്ടാരത്തിന്റെ ഒരു വാതിൽ വളരെ ഉയരം കുറഞ്ഞ ഒരു വാതിലാണ്. ആ വാതിലിലൂടെ ഒരാൾക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ തല നല്ലോണം കുനിച്ചിട്ട് വേണം കടന്നു വരാൻ. തല അങ്ങനെ നിവർത്തിയിട്ട് കടന്നു വരാൻ പറ്റൂല. അത്രയും ചെറിയ ഉയരം കുറഞ്ഞ ഒരു വാതില് കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്തുണ്ട്. രാജാവ് സേവകന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ ഞാൻ കടന്നു വരാൻ പോകുന്ന ആ അതിഥിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സാധാരണ ഞാൻ ഇരിക്കുന്ന ദർബാറിൽ ഇരുന്നു കൊണ്ടല്ല. അതുകൊണ്ട് എന്റെ സിംഹാസനം നിങ്ങൾ നാളെ ഒരു ദിവസത്തേക്ക് ഈ കൊട്ടാരത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ വാതിലിന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കണം. അതിലൂടെയാവണം ആ പണ്ഡിതൻ എന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടേണ്ടത്. എന്തിനാ രാജാവ് കണക്ക് കൂട്ടുന്നത്? മഹാനായ ഖാലി അബൂബക്കർ ബാഖില്ലാനി റളിയല്ലാഹു തആല അൻഹു കൊട്ടാരത്തിലേക്ക് രാജാവിനെ കാണാൻ വേണ്ടി കടക്കുമ്പോ ഈ ഉയരം കുറഞ്ഞ വാതിലിന്റെ മുന്നിലെത്തുമ്പോ തല മുട്ടാതിരിക്കാൻ വേണ്ടിയാണെങ്കിലും തല കുറച്ച് കുനിച്ചുകൊണ്ടാണല്ലോ വരിക. അത് മതി. സംഭവം തല വാതിലിന്റെ പടിയിൽ മുട്ടാതിരിക്കാനാണ്. പക്ഷേ പ്രതീകാത്മകമായിട്ട് എന്നെ ബഹുമാനിച്ചതുപോലെ എന്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് തോന്നാമല്ലോ, അത് മതി എനിക്ക് സംതൃപ്തി അടയാൻ. അങ്ങനെ ആ ഉയരം കുറഞ്ഞ വാതിലിന്റെ മുന്നിൽ സിംഹാസനം കൊണ്ടുപോയി വെക്കപ്പെട്ടു. മഹാനായ ഖാലി അബൂബക്കർ ബാഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി വരികയായി. വന്നപ്പോഴേ കാര്യം മനസ്സിലായി, ഇത് എന്നെ പെടുത്താനുള്ള പരിപാടിയാണ്. ചില ആളുകളുണ്ട്, വലിയ വലിയ ആൾക്കാരൊപ്പം നിന്ന് ഫോട്ടോ എടുക്കും. ഇപ്പൊ ഫോട്ടോ എടുപ്പിന്റെ കാലമാണ്. ഫോട്ടോ എടുക്കാൻ ആരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നു നമുക്കറിയോ, അല്ലാഹു അഅലം. എന്നിട്ട് ആ ഫോട്ടോ വെച്ചുകൊണ്ടാണ് പിന്നീടുള്ള പരിപാടി. അതിപ്പോ ഈ സോഷ്യൽ മാധ്യമങ്ങൾ വന്നപ്പോഴോ ഫേസ്ബുക്ക് വന്നപ്പോഴോ ഫോട്ടോഗ്രാഫി തുടങ്ങിയതിന്റെ ശേഷമോ തുടങ്ങിയതല്ല എന്ന് ഈ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യഥാർത്ഥത്തിൽ ബഹുമാനിച്ചാൽ ബഹുമാനിക്കാൻ സാധ്യതയില്ല എന്ന കാര്യം ഉറപ്പാ. അപ്പൊ പിന്നെ പ്രതീകാത്മകമായിട്ട് ബഹുമാനിക്കുന്നത് പോലെയുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് രാജാവിന്റെ തന്ത്രം. ഖാലിയാർക്കത് മനസ്സിലായി. വന്നപ്പോഴേ തോന്നി എന്തോ ഒരു വശപ്പിശകുണ്ടല്ലോ. സാധാരണ വലിയ വലിയ രാജാക്കന്മാരെ കാണാൻ പോകുമ്പോൾ അവരുടെ അലങ്കാരങ്ങളും ചമയങ്ങളും ആഡംബരങ്ങളും കാണിച്ചുകൊണ്ട് മേനി നടിക്കാനാണ് അവർ ശ്രമിക്കാറുള്ളത്. ഇതെന്താ അങ്ങനെ? തന്നെ കൊണ്ട് തല കുനിപ്പിക്കാനുള്ള തന്ത്രമാണെന്നു തിരിച്ചറിഞ്ഞു മഹാൻ. രാജാവിന്റെ ഹളറത്തിലേക്ക് എഴുന്നള്ളുകയാണ്. ഉയരം കുറഞ്ഞ ഈ വാതിലിന്റെ അരികിലെത്തുമ്പോ നേരെ അങ്ങ് തിരിഞ്ഞു നിന്നിട്ടാണ് കടന്നത്. അങ്ങനെയും കടക്കാലോ. രാജാവിനോട് മുഖം തിരിച്ചുകൊണ്ട് നിൽക്കാതെ പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് കുഞ്ഞുങ്ങോട്ട് വന്നു. രാജാവ് നോക്കുമ്പോ കാണുന്നത് ഖാലിയാരെ മുഖമല്ല, ഖാലിയാരുടെ ബാക്ക്ഗ്രൗണ്ടാ. അത് മതി. ഖാലിയാര് ഒരൊറ്റ തീരുമാനം അവിടെ മനസ്സിലെടുത്തു, അള്ളാന്റെ മുമ്പിലല്ലാതെ വേറെ ഒരാളുടെ മുന്നിലും തലകുനിക്കാൻ ഞാൻ ഒരുക്കമല്ല. ഇതാണ് ഈമാൻ. ഈമാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതം അതാണ്. ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ധൈര്യവും അതാണ്. ഒരാളുടെ മുമ്പിലും തല കുനിക്കില്ല. അള്ളാന്റെ മുമ്പിൽ കുനിക്കേണ്ടത്. എന്തിനാണ് ഒരു രാജാവിന്റെ മുന്നിൽ കൊണ്ടുപോയി കുനിച്ചു കാണിക്കുന്നത്? वो ज़माने में मुअज़्ज़ज़ थे मुसलमान होकर, आज हम ख्वार हुए तारिके ഖുർആൻ होकर. ഈമാനാകുന്ന ആയുധം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ
അവരെ തോൽപ്പിക്കാൻ പോയിട്ട് പേടിപ്പിക്കാൻ പോലും സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. തോൽപ്പിക്കുന്നത് എന്തിനാ? പേടിപ്പിക്കാൻ, ഭയപ്പെടുത്താൻ പോലും സാധ്യമല്ല. സാധാരണ മനുഷ്യന്മാര് ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോഴേക്ക് തളർന്നു പോകുന്നവരാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടായ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ഞെട്ടലിന് വലിയ പ്രാധാന്യമില്ലാത്തൊരു കാലമാണ്. ഏത് മനുഷ്യന്മാര് വീഡിയോ ഇറക്കിയാലും തമ്പനയിലായിട്ട് കൊടുക്കുന്നത് ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. എവിടെ? ഒരു ഞെട്ടലും ഇല്ല. വന്ന് ബിരിയാണി വരെ ഞെട്ടിക്കൽ ബിരിയാണി. സുബ്ഹാനല്ലാഹ്. സാധാരണ ബിരിയാണി കഴിച്ചാൽ മനുഷ്യന്മാര് ഉറങ്ങാണ് ചെയ്യുന്നത്. ഇപ്പം ബിരിയാണി കഴിക്കുമ്പോൾ ഞെട്ടാണ് വേണ്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവം എറണാകുളത്തെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ചീഫ് യൂറോളജിസ്റ്റ് ആയിരുന്ന ഡോക്ടർ ജോർജ് പി എബ്രഹാം എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ഡോക്ടറുടെ ആത്മഹത്യയാണ്. മാധ്യമങ്ങൾ എഴുതിയ വാർത്തകൾ ശരിയാണെങ്കിൽ ഓരോ മാസവും ആ മനുഷ്യൻ ശമ്പളമായി മാത്രം കൈപ്പറ്റിയിരുന്നത് 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപ. നമ്മുടെ സ്ഥാപനത്തിന്റെ വരുമാനമായിട്ട് മാമ്പുഴ അങ്ങാടിയിൽ ഓഡിറ്റോറിയം പണിയാൻ ഈ മനുഷ്യന്റെ ശമ്പളം ഉണ്ടെങ്കിൽ ഒരു 7 മാസത്തെ ശമ്പളം മതി. 50 ലക്ഷം ഓരോ മാസവും ശമ്പളം കിട്ടുന്ന ആളാണ്. ഇത് ശമ്പളത്തിന്റെ മാത്രം കണക്കാ, കിമ്പളം വേറെ. സാധാരണ ഡോക്ടറല്ല. ഓരോ മാസവും ഇത്ര ഭീമമായ സംഖ്യ ശമ്പളമായി വാങ്ങുന്നവന് സാമ്പത്തികമായി വല്ല ക്ഷീണവുമുണ്ടോ? സോഷ്യൽ സ്റ്റാറ്റസിന് വല്ല കുറവുമുണ്ടോ? രാഷ്ട്രപതിയിൽ നിന്ന് വരെ അവാർഡ് വാങ്ങിയ ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ഡോക്ടർമാരിൽ ഒരാൾ 3000-ത്തിലധികം വരുന്ന രോഗികളിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് നേതൃത്വം നൽകിയ പ്രശസ്തനായ ബിഷഗ്വരൻ. പക്ഷെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോ പേടിച്ചുപോയി. ഫാം ഹൗസിലേക്ക് പോയി ഒരു തുണ്ട് കയറിൽ സ്വന്തം ജീവൻ നശിപ്പിച്ചു, ആത്മഹത്യ ചെയ്തു. കേരളം ഞെട്ടി. മുസ്ലിമീങ്ങളായ ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക്. കഴിഞ്ഞ 77 കൊല്ലമായി ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാകുന്ന ഇസ്രായേലിന്റെ നിരന്തരമായ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട്, നിരന്തരമായ കഷ്ടപ്പാടുകൾക്കിടയിലും തകരാത്ത വീര്യത്തോടെ, ചോരാത്ത ആവേശത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പലസ്തീനികളായ സഹോദരങ്ങൾ 77 കൊല്ലമായി 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമായത് മുതൽ ആ പീഡനങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അതിനൊരു അറുതിയില്ല. ഇടക്ക് വല്ലാതെ അങ്ങ് ആളിക്കത്തുമ്പോ നമ്മൾ അറിയും. നമ്മൾ ഐകദാർഢ്യ സമ്മേളനങ്ങൾ നടത്തും. ഇടക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ആ വല്ലാത്ത ആളൽ അവസാനിപ്പിച്ചിട്ട് ഡെയിലി ഒരു 5 ആള് കൊല്ലപ്പെടുക, 10 ആള് കൊല്ലപ്പെടുക, 20 ആള് കൊല്ലപ്പെടുക. ഇങ്ങനെയൊക്കെയാകുമ്പോ മാധ്യമങ്ങൾ മറന്നു, ലോകം മറന്നു, നമ്മളും മറക്കും. അതാണ് ഫലസ്തീന്റെ അവസ്ഥ. പക്ഷെ 77 കൊല്ലമായി ഒരു ദിവസം പോലും ഒഴിയാതെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഒരിക്കലും ഭയപ്പെടാതെ അവർ മുന്നോട്ട് പോവുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞു. പക്ഷേ അവർ പേടിച്ചു പോകുന്നില്ല. എന്തുകൊണ്ടാണ് പേടിക്കാത്തത്? ഇദാമാ അതാകദ്ദഹുറു യൗമൻ ബിനക്ബതി ഫഅഫരിഗ് ലഹാ സബ്റൻ വവസ്സിഅ ലഹാ സ്വദ്റാ. ജീവിതം നിന്റെ മുന്നിൽ പ്രതിസന്ധികൾ തീർക്കുമ്പോൾ, പ്രതിസന്ധികൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് നിന്നെ വന്ന് മൂടുമ്പോൾ, ക്ഷമയാവണം നീ നേരിടാനുള്ള ആയുധം.
നെഞ്ചു വിരിച്ചുകൊണ്ട് വേണം നീ പ്രതിസന്ധികളെ നേരിടാൻ. എന്തുകൊണ്ടാണ്? ഫഇന്നാ തസ്വാരീഫ സമാനി അജീബതു ഫയൗമൻ തറാ ഉസ്റാ വയൗമൻ തറാ യുസ്റാ. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതു പ്രതിസന്ധി നമ്മുടെ കയ്യിൽ തന്നാലും അതിന്റെ കൂടെ തന്നെ വലിയ വിജയങ്ങൾ ഇരിക്കുന്നു. അത് ചിലപ്പോ ദുനിയാവിലാവാം, ചിലപ്പോ ആഖിറത്തിലാവാം. ചെറുപ്പത്തിൽ സ്കൂളിൽ മദ്രസയിൽ പഠിച്ചു തുടങ്ങുന്ന കാലത്ത് ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം? ഭാവിയിൽ എന്താവണം? നമ്മുടെ നാട്ടിലാണെങ്കിൽ കുട്ടികൾക്ക് അതിന് ഒരുപാട് ഭൗതികമായ ഉത്തരങ്ങൾ ഉണ്ടാവും. അതാവണം, ഇതാവണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം. പലസ്തീനിലെ സഹോദരങ്ങളോട്, കുട്ടികളോട് ആ ചോദ്യം ചോദിച്ചാൽ മിക്ക ആളുകൾക്കും പറയാനുള്ള മോഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവണം എന്നുള്ളതാണ്. വളരെ ചെറിയ പ്രായത്തിൽ, പിഞ്ചിളം പ്രായം തൊട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായി, ആവേശമായി, അഭിമാനമായി കൊണ്ടു നടക്കുന്ന ഒരു തലമുറ. അവരെ കൊന്നു കളഞ്ഞിട്ട് എന്ത് നേടാനാണ് ലോക സാമ്രാജ്യത്വ ശക്തികൾ? വിശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലിയ ആധാരം. ആ ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളില്ല. ലോകത്ത് ഇന്ന് കേൾക്കുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട്. ചെറുപ്പക്കാര് പറയുന്ന മുദ്രാവാക്യങ്ങളാണ്, ജൻസിയുടെ മുദ്രാവാക്യമാണ്. മൈ ബോഡി മൈ റൈറ്റ്സ്. എന്റെ ശരീരം എന്റെ അവകാശമാണ്. കേൾക്കുമ്പോ നല്ല സുന്ദരമായ മനോഹരമായ ഒരു മുദ്രാവാക്യം പോലെ തോന്നും. എന്റെ ശരീരം എന്റെ അവകാശം, മൈ ബോഡി മൈ റൈറ്റ്സ്. പക്ഷെ എന്താ അതിന്റെ അർത്ഥം? എന്റെ ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ എനിക്കാവുമോ, എന്റെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങൾ വരുന്നുവോ അതൊക്കെ ഞാൻ എന്റെ ശരീരം വെച്ചുകൊണ്ട് ചെയ്യും. ആരും എന്നെ തടയണ്ട, ആരും എനിക്ക് ഉപദേശങ്ങൾ നൽകണ്ട. പഴയ ഒരു ഗസലിൽ പങ്കജ് ഉദാസ് പറയുന്നുണ്ട്. പങ്കജ് ഉദാസിന്റെ പഴയ ഒരു ഗസലിലെ വരികളാണ്. സബ് കുച്ച് ഹമേ ഖബർ ഹേ നസീഹത്ത് നാ കീജിയേ. എല്ലാം എനിക്കറിയാം, എന്നെ ആരും ഉപദേശിക്കേണ്ടതില്ല, എനിക്കൊരാളുടെയും വഅള് കേൾക്കാൻ താല്പര്യമില്ല. അങ്ങനെ ചിന്തിക്കുന്നവരാണ് മൈ ബോഡി മൈ റൈറ്റ്സ്. എന്റെ ശരീരം എന്റെ അവകാശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും? ഇപ്പൊ ചെറുപ്പക്കാർക്കിടയിൽ വളരെ വ്യാപകമാണ്, നമ്മുടെ ഈ മലബാറിൽ പോലും വളരെ വ്യാപകമാണ്, ശരീരം മുഴുവനും ടാറ്റു, പച്ചകുത്തുന്ന പരിപാടി. അതിന്റെ പേരിൽ അഭിമാനിക്കുന്നു, അത് സോഷ്യൽ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഈ കാണിച്ചത് മാത്രല്ല, ഇനി കാണിക്കാത്ത കുറെ ടാറ്റു എന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉണ്ട് എന്ന് വരെ ലജ്ജയില്ലാതെ വിളിച്ചു പറയുന്ന ആളുകളെ ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ലോകം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തമായ ആ ഹദീസ് ഈ തലമുറയുടെ മുന്നിൽ ഒന്ന് ഓതിക്കൊടുത്തേക്കുക. ലഅനല്ലാഹുൽ വാഷിമ വൽ മുസ്തൗഷിമ. ടാറ്റു അടിക്കുന്നവരെയും അതൊരു പ്രൊഫഷനായി സ്വീകരിക്കുന്നവരെയും എല്ലാവരെയും അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. ഹറാമാണ്, നിഷിദ്ധമാണ്. ഈ ഹദീസിനെ നേരിടാനാണ് കേട്ടാൽ വളരെ രസകരം എന്ന് തോന്നാവുന്ന ഈ മുദ്രാവാക്യം കൊണ്ടുവരുന്നത്. എന്റെ ശരീരം എന്റെ അവകാശമാണ്. കേട്ടാത്തൊന്നും ഈ ശരീരം അവനായിട്ട് പഠിച്ചു വെച്ചതാണ്. ഈ ശരീരത്തിന്റെ സംവിധായകൻ അവനാണ്, അല്ലെങ്കിൽ അവളാണ്. ആണോ? എന്റെ ശരീരം എന്റെ അവകാശം എന്ന് പറഞ്ഞ് തോന്നിയതുപോലെ ജീവിക്കാൻ ഒരുമ്പെടുന്ന ആളുകൾ ഓർക്കണം. അവർ മറുപടി പറയണം, നിന്റെ ശരീരം എന്ന് നീ അഭിമാനിക്കുന്ന ഈ ശരീരത്തിൽ നിന്റേതായിട്ട് എന്താണുള്ളത്?
കയ്യിലും കാലിലും വിരലിൽ കാണുന്ന ഈ നഖമുണ്ടല്ലോ, ചോരയോടാത്ത നിന്റെ നഖം, ആ നഖത്തിന്റെ ഒരു പൊട്ടെങ്കിലും നിനക്ക് പടക്കാൻ കഴിഞ്ഞുവോ? ലക്ഷക്കണക്കിന് മുടികളുള്ള നിന്റെ തല, ആ തലയിലെ ഒരു മുടിനാരിഴയെങ്കിലും നിനക്ക് പടക്കാൻ കഴിഞ്ഞുവോ? ശരീരത്തിൽ കോടാനുകോടി സെല്ലുകളുണ്ട്, കോശങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു സെല്ല് നീയായിട്ട് പടച്ചു വെച്ചതാണോ? എന്റെ ശരീരം എന്നാണല്ലോ അഹങ്കാരത്തോടുകൂടെ പറയുന്നത്. എങ്ങനെ പറയൂ എന്റെ ശരീരം എന്ന്? ഈ ശരീരത്തിൽ ഞാൻ പടച്ചതായി എന്തുണ്ട്? ഈ ശരീരം എങ്ങനെ മുന്നോട്ട് പോകാൻ, ശ്വസിക്കാൻ എനിക്ക് വായു വേണം. ഈ ഉച്ഛ്വാസവായുവിനെ സംവിധാനിച്ചത് നീയാണോ? കുടിക്കാൻ നിനക്ക് വെള്ളം വേണം, ആ വെള്ളം സംവിധാനിച്ചത് നീയാണോ? ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. വെള്ളം നീ ഉണ്ടാക്കിയതല്ല, ഭക്ഷണം നിന്റേതല്ല, വായു നീ സംവിധാനിച്ചതല്ല, ശരീരത്തിലെ ഒരു സെല്ല് പോലും നീ പടച്ചതല്ല. എന്നിട്ടും നീ അഹങ്കരിക്കുകയാണ് എന്റെ ശരീരം എന്റെ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിനേക്കാൾ വലിയ ഒരു വിഡ്ഢിത്തം ചിന്തിക്കുന്ന മനുഷ്യരെ വേറെയുണ്ടോ? മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറ് ഭാഗത്ത് താനൂര് തിരൂര് ഭാഗത്ത് നിന്ന് 2 പെൺകുട്ടികളെ കുറെ മാസങ്ങൾക്ക് മുമ്പ് കാണാതായ ഒരു വാർത്ത പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. ആ പെൺകുട്ടികൾക്ക് 16-17 വയസ്സല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കള് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു, മാധ്യമങ്ങളോട് വേവലാതിപ്പെടുന്നു. ലോകം മുഴുവനും അത് പ്രസിദ്ധപ്പെടുത്തി ആ മക്കളെ എങ്ങനെയെങ്കിലും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. മുംബൈയിൽ നിന്നാണ് പോലീസ് അവരെ പൊക്കി കൊണ്ടുവന്നത്. അപ്പൊ ആ കുട്ടികൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഞങ്ങൾക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ, 17 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ നുണ പറയുന്നതാണ്. ഞങ്ങൾ അത്ര ചെറിയ കുട്ടികളൊന്നുമല്ല, ഞങ്ങൾക്ക് 18 വയസ്സായിട്ടുണ്ട്. പഴയകാലത്തൊക്കെ ഈ ഇരിക്കുന്ന കാരണവന്മാര് ഉമ്മമാര് പറയും, പെണ്ണുങ്ങളോട് പ്രായം ചോദിക്കരുത്, പെണ്ണുങ്ങൾ പ്രായം പറയില്ല. ഇപ്പൊ പെൺകുട്ടികൾ പ്രായം വിളിച്ചു പറയാം. എനിക്ക് 16ഉം 17 ഉമ്മയും ബാപ്പിയും പറയണത് നുണയാണ്. എനിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഈ 18 വയസ്സ് തികഞ്ഞു എന്ന അഭിമാനത്തോടു കൂടെ പറയുന്നത്? 18 വയസ്സ് നിലവിൽ ഒരു വലിയ ലൈസൻസ് ആണ്. മാതാപിതാക്കൾ അറിയാതെ, ഗുരുനാഥന്മാരോട് അഭിപ്രായം ആരായാതെ, ലോകത്തുള്ള ഒരു മനുഷ്യനെയും നമ്പാതെ, ഒരാളെയും കൂസാതെ എന്തു വേണമെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ആരൊക്കെയോ പറഞ്ഞു വിശ്വസിപ്പിക്കുന്ന ഒരു പ്രായമാകുന്നു 18. അതുകൊണ്ടാണ് ഈ കുട്ടികൾ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ 18 വയസ്സ് തികഞ്ഞ മുതിർന്ന ആളുകളാണ്. എന്നിട്ടാണ് ഞങ്ങളിവിടെ മാതാപിതാക്കള് മുടി ഇങ്ങനെ വെട്ടാൻ പാടില്ല, മുഖത്ത് ഇത്രത്തോനെ പൊട്ടിയിടാൻ പാടില്ല, വസ്ത്രം ഇങ്ങനെ വല്ലാതെ അഴിഞ്ഞാടാൻ പാടില്ല എന്നൊക്കെ ഞങ്ങളോട് പറയണത്. അത് ഞങ്ങൾക്ക് ഇഷ്ടല്ല. ഞങ്ങളുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ, ഞങ്ങൾ മുഖത്ത് തേക്കുന്ന പൊട്ടിയുടെ കാര്യത്തിൽ, ഞങ്ങൾ വെട്ടുന്ന മുടിയുടെ കാര്യത്തിൽ മാതാപിതാക്കൾ എന്തിനിടപെടണം എന്നാണ് കുട്ടികൾ ചോദിച്ചത്. മൈ ലൈഫ് മൈ റൂൾസ്. എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്റെ നിയമങ്ങളാണ്. എന്റെ പൊന്നുമക്കളെ, എന്റെ ജീവിതം എന്റെ നിയമങ്ങൾ എന്ന് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ, ഈ ജീവിതത്തിലെ ഏതു കാര്യമാണ് നീ തീരുമാനമെടുത്ത് നടന്നിട്ടുള്ളത്? നീ ജനിച്ചത് നീ ഉദ്ദേശിച്ച ഒരു ഡേറ്റിലാണോ? നമ്മൾ ആഗ്രഹിച്ച ഒരു ഡേറ്റ് ആണോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്? അല്ല, അത് അവന്റെ നിശ്ചയമാണ്. ഇനി നമ്മളുടെ ഡേറ്റ് ഓഫ് ഡെത്ത് വരാനുണ്ട്, മരണത്തിന്റെ ദിവസം. അത് ആരുടെ നിശ്ചയമാണ്? നമ്മളുടേതാണോ? കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത്, അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റൂമിൽ ഒരാൾ വന്നു. വന്നിട്ട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. ക്യാൻസർ ബാധിതനാണ്, വല്ലാത്ത വേദന കൊണ്ട് ചില സമയത്ത് സഹിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഞാൻ എന്നോ റെഡിയാണ് മരിച്ചു പോകാൻ.
ഈ ലോകം വിട്ട് യാത്രയാവാൻ ഞാൻ എന്നോ ഒരുക്കമാണ്. പക്ഷെ അവന്റെ തീരുമാനം വരണ്ടേ? അതിനുവേണ്ടി കാത്തിരിക്കണം. മരണം കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് മരിക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ മരിക്കാൻ പറ്റൂല. എത്രയോ കൊല്ലം മുന്നിൽ കണ്ട് വലിയ വലിയ പദ്ധതികൾ മനസ്സിൽ കണക്കുകൂട്ടി നടക്കുന്ന ആയിരക്കണക്കായ ആളുകളാണ്. അവർ പോലും അറിയാതെ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ മരിച്ചു പോകുന്നില്ലേ? എന്നിട്ടാണ് ചെറുപ്പക്കാര് പറയുന്നത് മൈ ലൈഫ് മൈ റൂൾസ്. എന്റെ ജീവിതം എന്റെ നിയമമാണ്. എവിടെ എന്റെ നിയമം? മൈ ലൈഫ് ഹിസ് റൂൾസ്. എന്റെ ജീവിതം അവന്റെ നിയമമാണ്. ജല്ല ജലാലായ അല്ലാഹുവിന്റെ നിയമമാണ്. അവൻ തീരുമാനമെടുത്തപ്പോഴാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത്. അവൻ തീരുമാനിക്കുന്ന സമയത്തു മാത്രമാണ് ഈ ലോകത്ത് നിന്ന് ഞാൻ വിട്ടുപോകുന്നതും. ഹജ്ജാജ് ഇബ്നു യൂസുഫ് വലിയ ഒരു കൊട്ടാരം കെട്ടി. ആ കൊട്ടാരത്തിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഒരുപാട് അതിഥികൾ ക്ഷണിക്കപ്പെട്ടു വിളിക്കപ്പെട്ട് അവിടെ വന്നിട്ടുണ്ട്. കവികളുണ്ട്, കലാകാരന്മാരുണ്ട്, സാഹിത്യ സമ്രാട്ടുകളുണ്ട്, വലിയ പണ്ഡിതന്മാരുണ്ട്, സൂഫി വര്യന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, ധാരാളം ആളുകൾ. വന്നവരോടൊക്കെ രാജാവ് പറഞ്ഞു, ഭരണാധികാരി പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൊട്ടാരത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് വരികൾ ഈ ഡയറിയിലൊന്ന് കുഴിച്ചു വെക്കണം. ഓരോരുത്തർ വന്നു. ചില ആളുകൾ കവിത എഴുതി, ചില ആളുകൾ കൊട്ടാരത്തെ കുറിച്ച് മനോഹരമായ വാഗ്മയ ചിത്രങ്ങൾ അതിൽ പകർത്തി വെച്ച് കടന്നുപോയി. മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു തആല അൻഹുവും വന്നിരുന്നു അവിടെ. ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് കുറിച്ചു വെക്കാനുള്ളത്? ഹസനുൽ ബസ്വരി റളിയല്ലാഹു തആല അൻഹു എഴുതി, ഈ കൊട്ടാരവും തകരും, ഈ കൊട്ടാരത്തിലെ രാജാവും മരിക്കും. രണ്ട് വാക്കുകൾ. ഈ കൊട്ടാരം നശിക്കും, ഈ കൊട്ടാരത്തിന്റെ ഉടമയായ രാജാവും മരിക്കും. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് വോളിയാണോ എന്ന് തോന്നിപ്പോയി. രണ്ട് വാക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരാളുടെ വീട് കൂടാൻ വന്ന ആള് ഗൃഹപ്രവേശന ചടങ്ങില് അതിഥിയായി ക്ഷണിക്കപ്പെട്ട ഒരാള് വന്നിട്ട് കുറിച്ചു വെക്കുന്ന വാക്കാ, ഈ കൊട്ടാരവും തകരും, ഈ കൊട്ടാരത്തിന്റെ ഉടമയായ രാജാവും മരിക്കും. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? അത് അസൂയ കൊണ്ട് എഴുതി വച്ചതല്ല. ജീവിതത്തിന്റെ വലിയ രണ്ട് യാഥാർത്ഥ്യങ്ങൾ കുറിച്ചു വച്ചതാണ്. ഏത് കൊട്ടാരമാണ് ഈ ലോകത്ത് തകരാതെ ബാക്കിയാവുക? 2025 ഡിസംബറിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഈ വർഷം ഇതാ അവസാനിക്കാൻ പോവുകയാണ്. ഈ 2025ന്റെ തുടക്കത്തില് അമേരിക്കയിലെ കാലിഫോർണിയയിലെ കാട്ടുതീയുടെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടാണ് ലോകമുണർന്നത്. കാലിഫോർണിയയിലെ കാട്ടുതീ ഒരുപാട് വീടുകളെ ചുട്ടു ചാമ്പലാക്കിയ കാട്ടുതീ. ആ കൂട്ടത്തിൽ സ്വന്തം വീട് കത്താൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ശതകോടീശ്വരനായിട്ടുള്ള ഒരു വലിയ മുതലാളി, കെയ്ത്ത് വാഷർമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം സോഷ്യൽ മാധ്യമങ്ങളിൽ ഒരു അപേക്ഷയുണ്ടായി. എന്താ പറഞ്ഞത്? 264 കോടി ഇന്ത്യൻ രൂപ വിലമതിക്കുന്ന തന്റെ കൊട്ടാരം, 264 കോടി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഈ മഹലിലുള്ള മുഴുവൻ ആളുകൾക്കും വീട് വെക്കാനുള്ള സൗകര്യമായില്ലേ? ഇത് ഒരു മനുഷ്യന്റെ ഒറ്റ വീടിന്റെ ചെലവാണ്. 264 കോടി ഇന്ത്യൻ രൂപ വിലമതിക്കുന്ന കൊട്ടാരമിതാ നിമിഷ നേരം കൊണ്ട് ചുട്ടു ചാമ്പലാക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ലോകമേ, എന്നെ ഒന്ന് സഹായിക്കാമോ? ഈ കാട്ടുതീയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ? അമേരിക്കൻ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ നിസ്സഹായമാണ്. അമേരിക്കൻ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ പരിമിതമാണ്. സോഷ്യൽ മാധ്യമങ്ങളിലൂടെ അപേക്ഷ കൊടുത്തു. ഒരൊറ്റ ആളും സഹായിക്കാൻ വന്നില്ല. കാരണം സഹായിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ലോകത്തില്ല. 264 കോടി ഇന്ത്യൻ രൂപ വിലമതിക്കുന്ന ആ വലിയ സൗധം നിമിഷ നേരം കൊണ്ട് ചുട്ടു ചാമ്പലായി പോയി.
സോഷ്യൽ മാധ്യമങ്ങളിലെ പോസ്റ്റ് ആ മനുഷ്യൻ പിൻവലിച്ചു. അതാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കൊട്ടാരം കണ്ടിട്ട് അഹങ്കരിക്കണ്ട, ലോകത്തുള്ള ഏത് സംവിധാനങ്ങളും തകരാനുള്ളതാണ്. ഈ ലോകത്തുള്ള ഏതൊരു മനുഷ്യനും ഏത് നിമിഷവും ലോകത്തോട് വിട പറയാൻ സാധ്യതയുള്ള അവസ്ഥയാണ്. പഴയകാലത്ത് നമ്മുടെ ഉസ്താദുമാര് പഠിപ്പിച്ചു വെച്ച ഒരു തത്വശാസ്ത്രമുണ്ട്. സുബ്ഹാനല്ലാഹ്, മനുഷ്യ, നീ ജനിക്കുന്ന സമയത്ത് നിന്റെ വലത്തെ കാതിലൂടെ വാങ്ക് കൊടുത്തിട്ടുണ്ട്, ഇടത്തെ കാതിൽ ഇഖാമത്ത് കൊടുക്കപ്പെട്ടിട്ടുണ്ട്. വാങ്ക് കഴിഞ്ഞു, ഇഖാമത്ത് കഴിഞ്ഞു, ഇനി കാത്തു നിൽക്കാൻ സമയമില്ല, ഇനി നിസ്കാരത്തിന്റെ സമയമാണ്. ജനിച്ച സമയത്തെ വാങ്ക് കഴിഞ്ഞു, ജനിച്ചപ്പോഴേ ഇഖാമത്ത് കഴിഞ്ഞു, ഇനി ഒരു നിസ്കാരം വരാനുണ്ട്. അത് അസ്വലാത്തു അലൽ ജനാസ, നീ മരിക്കുമ്പോൾ നിന്റെ മേലിൽ വരാനുള്ള നിസ്കാരമാണ്. എന്തിന്റെ സൂചനയാണ്? ദലീലുൻ അന്ന മഹിയാഹു യസീറു കമാ ബൈനൽ അദാനി ഇല സ്വലാത്തി. ഇഖാമത്ത് വിളിച്ച പള്ളിയില് നിസ്കാരം തുടങ്ങാൻ, ജമാഅത്ത് തുടങ്ങാൻ എത്ര തുച്ഛമായ നിമിഷങ്ങളാണോ ബാക്കിയുണ്ടാവുക, അതുപോലെയാണ് മനുഷ്യ ഭൗതികമായ ലോകത്തുള്ള നിന്റെ ജീവിതം. ജന്മത്തിന്റെയും മരണത്തിന്റെയും ഇടക്കുള്ള ഗ്യാപ്പ് ഇതുപോലെ നിസ്സാരമാണ്. ക്ഷണപ്രഭാ ചഞ്ചലം എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു കവിതയിൽ എഴുത്തച്ഛൻ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ, ജീവിതത്തെ കുറിച്ചോർത്ത് നീ വല്ലാതെ അഹങ്കരിക്കരുത്. എന്റെ ജീവിതം, എന്റെ നിയമങ്ങൾ എന്ന് പറയുന്ന പുതിയ തലമുറ കേൾക്കേണ്ട ഒരു വാക്കാണിത്. ഈ ഭൂമിയിൽ എത്ര കാലം ഉണ്ടാകും എന്ന് ഉറപ്പില്ലാത്ത ഒരു ജീവിതത്തെ ഓർത്ത് എന്ത് അഹങ്കരിക്കാനാണ്? അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി, അതിന് പറഞ്ഞൊരു ഉപമയുണ്ട്. എന്താ പറഞ്ഞത്? വഹിനി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യ ജന്മം ക്ഷണഭംഗുരം. എന്റെ ഉമ്മമാർക്കറിയാം, നല്ല അടുപ്പത്ത് വെച്ച് ഒരുപാട് സമയമായി നല്ലതുപോലെ ചുട്ടുപഴുത്തു നിൽക്കുന്ന ഒരു ചട്ടി, ആ ചുട്ടുപഴുത്തു നിൽക്കുന്ന ചട്ടിയിലേക്ക് നമ്മുടെ കയ്യിൽ നിന്നൊരു വെള്ളത്തുള്ളി എങ്ങാനും വന്നു വീണാൽ ഒരു സീൽക്കാരത്തോടുകൂടെ ആ വെള്ളത്തുള്ളി നിമിഷ നേരം കൊണ്ട് വാനിഷായി പോകും, പിന്നെ അത് കാണൂല. കയ്യിൽ നിന്ന് വീണതേ ഓർമ്മയുള്ളൂ, ചട്ടിയിലെത്തിയതേ ഓർമ്മയുള്ളൂ, നിമിഷ നേരം കൊണ്ടത് അപ്രത്യക്ഷമായില്ലേ? അതുപോലെയാണ് മനുഷ്യ. ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പിറന്നു വീഴുന്ന നീ ഏത് നിമിഷവും ഈ ലോകത്തോട് നീ വിട പറഞ്ഞു പോയേക്കാം. പിന്നെ എങ്ങനെയാണ് ജീവിതത്തെ ഓർത്തുകൊണ്ട് അഹങ്കരിക്കുക? ഈ ജീവിതം എന്റെ നിയമങ്ങളാണെന്ന് അഹങ്കരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ബുദ്ധിയുള്ള മനുഷ്യർ പറയുക, ജീവിതം എന്റെ നിയമമല്ല, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ എല്ലാ ചലനങ്ങളും നിശ്ചലനങ്ങളും രാജാതിരാജനായ റബ്ബേ നിന്റെ വിധി വിലക്കുകൾക്ക് അധീനമാണ്. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. അതാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാര് പറയേണ്ടത്. എന്റെ ശരീരം അല്ലാഹുവേ നിന്റേതാണ്, എന്റെ ജീവിതത്തിന്റെ അവകാശി നീയാണ്, എന്റെ മരണത്തിന്റെ വിധേതാവും നീ തന്നെയാണ്. എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ സൽക്കർമ്മങ്ങളും എന്റെ സർവസ്വവും നിനക്കു മാത്രമാണു നാഥാ. ഇതാകുന്നു നമ്മുടെ ഈമാൻ. പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാരൊക്കെ സലാമത്തുൽ ഈമാൻ എന്ന് പറഞ്ഞിട്ടൊരു ദുആ എല്ലാ ദിവസവും രാത്രി ഓതുമായിരുന്നു. ഈമാൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വത്തം നഷ്ടപ്പെടലാണ്, എല്ലാം നഷ്ടപ്പെടലാണ് എന്ന ബോധം പഴയകാലത്തെ നമ്മുടെ ഉമ്മമാർക്കുണ്ടായിരുന്നു അല്ലെ? സലാമത്തുൽ ഈമാന്റെ ദുആ
എല്ലാവരും ഇത് ചൊല്ലും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മൗജൂദു ബികുല്ലി സമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅറൂഫു ബികുല്ലി ഇഹ്സാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅബൂദു ബികുല്ലി മകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മദ്കൂറു ബികുല്ലി ലിസാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അമാനൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ, യാ ഖദീമൽ ഇഹ്സാൻ യാ ഗഫൂർ യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പേടിയോടുകൂടെ ദുആ ചെയ്യുന്ന ശീലം പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാർക്ക് ഉപ്പമാർക്കുണ്ടായിരുന്നു. അത് പഴയ ശീലമല്ല, അത് എല്ലാ കാലവും നിലനിൽക്കേണ്ട ശീലമാണ്. ഈമാനാണ് നമ്മുടെ ഏറ്റവും വലിയ അഡ്രസ്, ഈമാനാണ് നമ്മുടെ ഏറ്റവും വലിയ മേൽവിലാസം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഈമാനിന്റെ കൂടെ തന്നെ യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരങ്ങളെ നമ്മൾ എണ്ണുമ്പോ അതിൽ രണ്ടാമത് വരേണ്ടത് അറിവാണ്, വിജ്ഞാനമാണ്. അത് മനസ്സിലാക്കാൻ സൂറത്തു തൗബയിലെ ഒരൊറ്റ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. എന്താ അല്ലാഹ് പറഞ്ഞത്? യുദ്ധത്തിനു വേണ്ടി ആളുകൾ ആവേശത്തോടുകൂടെ ഓടി വരുന്ന ഒരു കാലത്ത് പടച്ച തമ്പുരാൻ അവരോട് പറയുകയാണ്, വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ, എല്ലാ മുഅ്മിനീങ്ങളും യുദ്ധത്തിനായി വരരുതേ. ഇന്ന് അത് പറയുമ്പോ അതത്ര വലിയ വിഷയമുള്ള കേസല്ല. കാരണം സായുധമായ സമരത്തിന്റെ ഒക്കെ കാലം കഴിഞ്ഞുപോയി, അല്ലേ? സായുധമായ സമരങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. ഇന്ന് അന്യമതസ്ഥരായ സഹോദര മതസ്ഥരായ സുഹൃത്തുക്കൾ ആരും തന്നെ നമുക്ക് ശത്രുക്കളായിട്ടില്ല. ആരാ മുസ്ലിമീങ്ങളുടെ ശത്രു? ഹിന്ദുക്കളാണോ? ഒരിക്കലുമല്ല. ക്രൈസ്തവരാണോ? ഒരിക്കലുമല്ല. ക്രൈസ്തവരോ ഹൈന്ദവരോ ഈ ലോകത്ത് ജീവിക്കുന്ന ഏതെങ്കിലും മതവിഭാഗങ്ങളോ ഒരിക്കലും ഇന്നത്തെ മുസൽമാന്റെ ശത്രുക്കളെ അല്ല. അവർ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. ഇന്നത്തെ കാലത്ത് ഇസ്ലാമിനുള്ള ഏക ശത്രു ഇസ്ലാം എന്തെന്നറിയാത്ത മുസ്ലിമീങ്ങൾ മാത്രമാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആധുനിക ലോകത്ത് മുസൽമാന്റെ ശത്രു ഹൈന്ദവരല്ല, ക്രൈസ്തവ സഹോദരങ്ങളല്ല, ജൂതന്മാരല്ല. ആധുനിക ലോകത്ത് മുസൽമാന്റെ ഏറ്റവും വലിയ അന്ധകനായ ശത്രു ഇസ്ലാം എന്തെന്നറിയാത്ത മുസ്ലിമാണ്. ഇവിടെ അടുത്താണ് പള്ളുരുത്തിയിലെ സെന്റ് റീത്ത സ്കൂളിൽ അവിടുത്തെ പ്രിൻസിപ്പാൽ ഹിജാബ് ധരിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയെ തട്ടമിടുന്നതിൽ നിന്ന് വിലക്കിയിട്ട് പറഞ്ഞെന്താ, എനിക്ക് ഈ കുട്ടിയുടെ ഹിജാബ് കാണുമ്പോ ഭീകരത അനുഭവപ്പെടുന്നു എന്നാണ്, എനിക്ക് പേടിയാവുന്നു എന്നാണ്. തിരുവസ്ത്രത്തിന്റെ ഭാഗമായി ശരീരം മുഴുവനും മറച്ച കൂട്ടത്തില് മനോഹരമായ ശിരോവസ്ത്രം ധരിച്ച തട്ടമിട്ട കർത്താവിന്റെ മണവാട്ടിയായിട്ടുള്ള ടീച്ചറാണ് പറയുന്നത്, ഈ കുട്ടിയുടെ തട്ടം കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. ആ പറയുന്നതിന്റെ വിരോധാഭാസം, ആ പറയുന്നതിന്റെ പൊരുത്തക്കേട് ഈ രാജ്യത്തുള്ള ഹൈന്ദവ സഹോദരന്മാർ ശ്രദ്ധിച്ചു. അവര് പറഞ്ഞു അത് പറയാൻ പറ്റാത്ത വാക്കാണ്. ക്രൈസ്തവ സഹോദരന്മാർ ശ്രദ്ധിച്ചു, മുസ്ലിം സഹോദരന്മാർ ശ്രദ്ധിച്ചു. എല്ലാവരും പറഞ്ഞു ആ പറഞ്ഞത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത വാക്കാണ്, അപഹാസ്യമാണ്. എല്ലാരും എതിർത്തിട്ടും ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ ആ കുട്ടിക്ക് അനുവാദം കിട്ടിയില്ല. എന്തുകൊണ്ടാ കിട്ടാതെ പോയത്? ഹൈന്ദവ സഹോദരങ്ങൾ എതിർത്തതാണോ? ക്രൈസ്തവ സഹോദരന്മാർ എതിർത്തതാണോ? ഒന്നുമല്ല. അതിന്റെ മറുപടി ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട്. ഇതേ സ്കൂളിൽ പഠിക്കാൻ വരുന്ന
146ഓളം വരുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് ഈ പറഞ്ഞ ഹിജാബില്ല. 146 മുസ്ലിം കുട്ടികൾക്ക് ഇല്ലാത്തത് എന്തിനാണ് ഈ ഒരൊറ്റ കുട്ടിക്ക് നിർബന്ധിക്കുന്നത്? അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല. ലോകം മുഴുവനും രാജ്യം മുഴുവനും എതിർത്തിട്ടും താൻ ഹൃദയത്തിൽ വിചാരിച്ച അതേ കാര്യം നടപ്പിൽ വരുത്താൻ ആ ടീച്ചർക്ക് സാധിക്കുന്നത് തട്ടമിടാതെ സ്കൂളിൽ വരുന്ന 146ഓളം വരുന്ന മുസ്ലിം പെൺകുട്ടികളാണ്. അവരെ അതിന് പറഞ്ഞേക്കുന്ന അവരുടെ മാതാപിതാക്കളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിന്റെ ആധുനിക ലോകത്തെ ശത്രു എന്ന് പറയുന്നത് ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, ഇസ്ലാം എന്തെന്നറിയാത്ത, ദീൻ എന്തെന്നറിയാത്ത മുസ്ലിമാണ് ആധുനിക ലോകത്തെ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സായുധമായ പോരാട്ടങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. പക്ഷെ ഒരു കാലത്ത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എത്രയാളുകൾ പോരാടിയാലും മതി വരാത്ത ഒരു കാലമുണ്ടായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ എല്ലാ സമയത്തും യുദ്ധക്കളത്തിലാണ്. ബദർ കഴിയുമ്പോഴേക്ക് ഉഹദ് വന്നു, അത് കഴിയുമ്പോഴേക്ക് ഖൈബറായി, അത് അവസാനിക്കുമ്പോഴേക്ക് അടുത്ത യുദ്ധത്തിന്റെ കാഹളമായി. അബൂ ഖൈസമ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പുതിയാപ്പള വരുന്ന ഒരു രംഗം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മണവാളനായി അണിഞ്ഞൊരുങ്ങിയിട്ട് പുതിയാപ്പള ഇങ്ങനെ പുതുവെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവിടെ മനോഹരമായ സൽക്കാരം, സ്വീകരണം, ഏറ്റവും നല്ല ഈത്തപ്പഴങ്ങൾ, ശീതളമായ മധുര പാനീയങ്ങൾ, സുന്ദരിയായ ഭാര്യ അവിടെ അണിഞ്ഞൊരുങ്ങി അറയിൽ കാത്തിരിക്കുന്നു. കല്യാണത്തിന്റെ മുഞ്ചുള്ള പന്തലിലേക്ക് ഈ മണവാളനായ അബൂ ഖൈസമ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയായി. വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കി, ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങളെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, മാഷാ അല്ലാഹ്, എന്താണ് മണവാളനായ എനിക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്? മനോഹരമായ പന്തലൊരുക്കി, സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഒരുക്കി, പാകമായ ഈത്തപ്പഴം ഒരുക്കി, ശീതളമായ വെള്ളമൊരുക്കി, സുന്ദരിയായ പെണ്ണതാ ചമഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഒരൊറ്റ പോരായ്മ ഈ സദസ്സിനുണ്ട്. ഇതുപോലെ എന്റെ ജീവിതത്തിലെ വലിയ ഒരു ഇവന്റ് നടക്കുമ്പോ ആദ്യം തന്നെ ഞാൻ ക്ഷണിക്കേണ്ട ആള് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ കല്യാണം, എന്റെ വീട്ടിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ നടക്കുമ്പോ ജീവന് തുല്യം ഞാൻ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദ്യം വരേണ്ടത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് കൂടെയില്ല. അവിടുന്ന് രണാങ്കണത്തിലാണ്, യുദ്ധക്കളത്തിലാണ്, ശത്രുവിനോട് പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. രണാങ്കണത്തിന്റെ പുകയേറ്റ് പൊടിയേറ്റ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന സമയമായിരിക്കാം ഇത്. അള്ളാന്റെ ഹബീബില്ലാത്ത ഒരു കല്യാണമോ, അവിടത്തെ സാന്നിധ്യമില്ലാത്ത ഒരു കല്യാണ പന്തലോ, വല്ലാഹി മഹാദാ ബിഖൈർ, ഈ കല്യാണ ജീവിതത്തിൽ ഒരു ഖൈറുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നില്ല. അതുകൊണ്ട് ഞാനിതാ പുറപ്പെടുകയാണ്. മണവാട്ടിയോട് യാത്ര പറഞ്ഞ്, കുടുംബങ്ങളോട്, കൂട്ടങ്ങളോട് യാത്ര ചോദിച്ച് മണവാളനായി വന്ന മനുഷ്യൻ പോരാളിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക്. വമ്പൂറ്റ ഹംസ റളിയല്ലാഹു ചാടി തംബിയ സുവദിൽ മാറേടാ, വള്ളർ നബി മഹമൂദർ ഹൗലീന്ന് വെള്ളം കുടിക്കുന്നു
വീടായ വീട് മുഴുവനും മദീന മുനവ്വറയിൽ രക്തസാക്ഷികളുടെ അപദാനങ്ങൾ മുഴങ്ങുന്ന കാലമാണ്. എവിടെയും ഷഹീദാവുക എന്ന ഒരൊറ്റ ആഗ്രഹം മുഴച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഓരോ വീട്ടിലുള്ള ചെറുപ്പക്കാരി കുട്ടികൾ വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരോദാത്തമായ ധർമ്മ സമരം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കാലത്ത് പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം, എല്ലാ മുഅ്മിനീങ്ങളും ഇതുപോലെ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കരുതേ. പിന്നെ എന്താണ് ചില ആളുകൾ ചെയ്യേണ്ടത്? ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ ലിയതഫഖഹു ഫിദ്ദീൻ. ഓരോ ഗോത്രത്തിലും കാണും. നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന മുതഅല്ലിമീങ്ങളെ പോലെ നല്ല പഠിക്കാൻ കഴിവുള്ള ആളുകൾ. പരിശുദ്ധ ഖുർആൻ പറയാൻ, ഓരോ ഗോത്രത്തിലും കാണും, ഓരോ കുടുംബത്തിലും കാണും പഠിക്കാൻ താല്പര്യമുള്ള മക്കൾ. ഇതായിരിക്കുന്ന മിടുക്കന്മാരായ മുതഅല്ലിമീങ്ങളെ പോലെ അല്ലാഹു തആല നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വണ്ടൂര് എന്ന് നോട്ടീസിൽ ഇങ്ങനെ പറയാന്നല്ലാതെ വീതനശ്ശേരിക്കാരനാണ്. ഈ വീതനശ്ശേരി മഹല്ലിൽ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോ അവിടെ ബഹുമാനപ്പെട്ട ദീനിനു വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് വേണ്ടി, SKSSFന് വേണ്ടി ഒക്കെ അഹോരാത്രമായി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന യുവ പണ്ഡിതന്മാരെ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ എൻ്റെ നാട്ടിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മാമ്പുഴ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വന്ന വിദ്യാർത്ഥികൾ, പണ്ഡിതന്മാർ, അവർ പ്രത്യേകം എടുത്ത് കാണിക്കേണ്ടവർ തന്നെയാണ്. അത് ഈ സ്ഥാപനത്തിന്റെ ഒരു മഹത്വമാണ്. ഇവിടെ മറവട്ട് കിടക്കുന്ന മഹാനവറുകളുടെ ഒരു പോരിശയാണ്. അവിടുത്തെ ഗുരുത്വത്തോടെ പൊരുത്തത്തോടെ സമുദായ സേവനത്തിന് വരുന്നവരുടെ ഒരു ഗുണമാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അനുഗ്രഹിക്കട്ടെ, സ്വാലിഹീങ്ങളും മുഖ്റവിയായ ആലിമീങ്ങളും ആക്കട്ടെ. ഖുർആൻ പറയുകയാണ്, ഓരോ കുടുംബത്തിലും ഓരോ ഗോത്രത്തിലും കാണും പഠിക്കാൻ കഴിവുള്ള ആളുകൾ. അവർ യുദ്ധത്തിന് പോവണ്ട, അവര് സോഷ്യൽ മാധ്യമങ്ങളിൽ പോരാളികളായി ജീവിക്കേണ്ടതില്ല. അവർ പഠിക്കുകയാണ് വേണ്ടത്. അവരുടെ ജോലി പഠനമാണ്, അവരുടെ ജോലി ദർസാണ്, അവരുടെ ജോലി തഅല്ലുമും തഅലീമുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒരു നാടാവണമെന്നുണ്ടെങ്കിൽ ഇൽമിന്റെ പ്രകാശം അവിടെ ഉണ്ടാവണം എന്നാണ് പറയാ. നമ്മുടെ ഭാരതീയ ശ്ലോകങ്ങളിൽ വളരെ പ്രധാനമായിട്ടുള്ള ചാണക്യന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു നാടാവണമെങ്കിൽ അവിടെ 5 കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് എണ്ണുന്നതിൽ 5-മത്തേത് ആ നാടിന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാര് വേണം എന്നുള്ളതാണ്. ധനിക ശ്രോത്രയോ രാജ നദീ വൈദ്യസ്തു പഞ്ചമ പഞ്ചയത്രാന വിദ്യന്തേ ന തത്രാ ദിവസം വസേൽ. 5 കാര്യങ്ങൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട് ജീവിക്കാൻ കൊള്ളാത്ത നാടാണ് എന്ന് പറഞ്ഞ് അതിൽ എണ്ണിയ ഒന്നാണ്, നാടിനെ നന്മയിലേക്ക് നയിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരുണ്ടാവണം. മാമ്പുഴ എന്ന് പറയുന്ന ഈ പ്രദേശം പണ്ഡിതന്മാരുടെ സാന്നിധ്യം കൊണ്ട് ചരിത്രത്തിലും വർത്തമാനത്തിലും അനുഗ്രഹീതമാണ്. അലി ഹസൻ മുസ്ലിയാരെ കുറിച്ച് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല, ലോകം മുഴുവനും അറിയുന്ന മഹാനാണ്. റജുലാനി തഹബ്ബാ ഫില്ലാ, ഞാൻ ഓർക്കുകയാണ്, ദാറുൽ ഹുദായില് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ സ്വഹീഹായ ആ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ നാളെ അർശിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല പ്രത്യേകമായി തൗഫീഖ് നൽകുന്ന 7 വിഭാഗക്കാരെ എണ്ണുമ്പോ വറജുലാനി തഹബ്ബാ ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച 2 കൂട്ടുകാരുടെ കഥ പറയുമ്പോ പഴയ കാലത്ത് നമ്മുടെ ഉസ്താദുമാര് ആ കൂട്ടുകാരുടെ ഉപമയായി, ഉദാഹരണമായി നമുക്ക് പഠിപ്പിച്ചു തന്നത്
ഒന്ന് മാമ്പുഴയിൽ കിടക്കുന്ന അലി ഹസൻ മുസ്ലിയാരും മറ്റൊന്ന് കോഴിക്കോട് നഗരത്തിലെ പുതിയറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ശൈഖുനാ സുലൈമാൻ മുസ്ലിയാരുമാണ്. സുലൈമാൻ മുസ്ലിയാരുടെയും അലി ഹസൻ മുസ്ലിയാരുടെയും സൗഹൃദത്തിന്റെ കഥയാണ് റജുലാനി തഹാബ്ബാ ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നതിന്റെ ഉദാഹരണമായിട്ട് പണ്ഡിതന്മാര് പറഞ്ഞു തരാറുള്ളത്. അത് പഴയ കാലത്തിന്റെ പ്രതാപം മാത്രമല്ല, പുതിയ കാലത്ത് നമ്മുടെ ഈ വേദിയെ അലങ്കരിച്ച, നമ്മുടെ ഈ നാടിനെ എത്രയോ പതിറ്റാണ്ടുകളായി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ സയ്യിദ് അലി ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് വന്നു കയറിയപ്പോൾ ആദ്യം തന്നെ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തിന്റെ കൈപിടിച്ചു മുത്തി. കാരണം ഒരു സെക്കൻഡും വൈകിപ്പോയാൽ അദ്ദേഹം ഇങ്ങോട്ട് മുത്തുന്ന എനിക്ക് 100% ഉറപ്പാണ്. എത്രയോ തവണ അദ്ദേഹം ഈ നിസ്സാരമായ കൈപിടിച്ചു മുത്തിയത് എൻ്റെ അനുഭവങ്ങളിലുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്, സ്വഭാവമാണ്, രീതിയാണ്. ഭൂമി പോലും അറിയാതെ ഭൂമിയിൽ സഞ്ചരിക്കുന്ന മഹത്തുക്കളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ, മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ മെമ്പറായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വാർത്ത സുപ്രഭാതം പത്രത്തിൽ ഈ അടുത്ത് വായിച്ചപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഉസ്താദിന്റെ കാര്യം, ഉസ്താദിന്റെ ഫോട്ടോ കണ്ടപ്പോഴാണ്. ഞാൻ ചിന്തിച്ചത് ഇപ്പോഴേ ഉസ്താദ് സമസ്തയിൽ വന്നുള്ളൂ എന്നുള്ളതാണ്. എത്രയോ കാലമായി ആ ഒരു വലിയ പദവിക്ക് അർഹനായിട്ടുള്ള മഹാനാണ് നമ്മുടെ മാമ്പുഴയെ വർഷങ്ങളായി നയിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവിടുത്തെ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ വെളിച്ചം ഈ നാടിനുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കല്യാണ ബ്രോക്കർമാരായ ആളുകള് ഈ മാമ്പുഴയിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ കുറിച്ചൊക്കെ പറയുന്ന ചില വർത്തമാനങ്ങള് ഇടക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതായത് അവര് പറയും, അത് ആലിയസം മുസ്ലിയാരെ നാട്ടിൽ നിന്നുള്ള കുട്ടിയാണ്, ആ കുട്ടി ദീനിയായി വളരുന്ന ഒരു കുട്ടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ചന്റെ ആവശ്യമില്ല. അതിന്റെ അർത്ഥം ഇവിടെയുള്ള എല്ലാ ആളുകളും സാലിഹാത്താന്നല്ല. പക്ഷെ ഈ നാടിന്റെ പൊതുവായിട്ടുള്ള ഒരു ധാരയെ ആ രൂപത്തിൽ നയിക്കുവാൻ നമ്മുടെ ഉസ്താദുമാർക്ക് സാധിച്ചു. മാമ്പുഴയിൽ നിന്ന് കെട്ടിച്ചയക്കപ്പെടുന്ന പെൺകുട്ടികളെ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള നാടുകളിൽ ഇതുപോലെ ബഹുമാനത്തോടെ, ആദരവോടെ, മതിപ്പോടുകൂടെ കാണുന്ന ഒരു നല്ല ചുറ്റുപാടുണ്ടാക്കിയെടുത്തത് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരാണ്. റഹ്മാൻ ഉസ്താദിന്റെ സാന്നിധ്യം, അങ്ങനെയുള്ള ഉസ്താദുമാരുടെ സാന്നിധ്യം, അതൊക്കെ വലിയ മുതൽക്കൂട്ടാണ്. അള്ളാഹു അത് നമുക്ക് ഒരുപാട് കാലം ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ ഓതിത്തന്ന് അന്ന് പഠിപ്പിച്ച കാര്യമാണ്, പഠിക്കാൻ കഴിവുള്ള ആളുകൾ ഇൽമിന്റെ വാഹകരായിട്ട് നിലകൊള്ളട്ടെ. അത് ഉമ്മത്തിന് ആവശ്യമാണ്. മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഹേതുകം ഇൽമ തന്നെയാണ്. പോരാട്ടത്തിന്റെ ഭൂമികയിൽ നിൽക്കുമ്പോഴും ഇൽമിന്റെ പ്രാധാന്യം മറക്കാതിരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞുവെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. അത് കേട്ടു എന്നതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. ഇപ്പൊ ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും, പ്രവാസികളായ ആളുകൾ ഉണ്ടാകും. എവിടെയാ നാട് എന്ന് ചോദിച്ചാൽ ഒരു തമിഴ്നാട്ടുകാരനോട്, കർണാടകക്കാരനോട്, മഹാരാഷ്ട്രക്കാരനോട്, ഗുജറാത്തിയോട് ഗൾഫിൽ ചെന്നിട്ട് അറബി ചോദിക്കുകയാണ് എവിടെ നാട്, എന്താ പറയാ ഇന്ത്യ. പക്ഷെ ഒരു മലയാളിയോട് എവിടെയാണ് നാട് എന്ന് ചോദിച്ചാൽ കേരള എന്നാണ് ആദ്യം പറയാ. അറബികളായ സഹോദരന്മാര് തമാശയായിട്ട് ചോദിക്കാറുണ്ട്, എന്തേ ഈ കേരളം എന്ന് പറയുന്ന സ്ഥലം വേറൊരു രാജ്യമാണോ? വേറെ ഏത് സ്റ്റേറ്റുകാരോട് ചോദിച്ചാലും ഇന്ത്യ എന്നേ പറയുള്ളൂ. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് കേരള എന്ന് പറയുന്നത്? വള്ളത്തോളിന്റെ പഴയൊരു വരിയുണ്ട്, ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണ മന്ദരംഗം, കേരളമെന്നു കേട്ടാലോ തിളക്കണം ചോരാ നമുക്കു ഞരമ്പുകളിൽ. സ്വാതന്ത്ര്യ സമരകാലത്തുള്ള ഒരു പാട്ടാണ്.
പക്ഷെ ഇന്ന് കേരളം എന്നു കേട്ടാൽ സിരകളിൽ ആവേശത്തിന്റെ തിരയിളക്കമുണ്ടാകുന്ന സമൂഹമായി നമ്മുടെ അറബ് സമൂഹങ്ങളടക്കം മാറി. എന്തുകൊണ്ട്? ഇന്ത്യയിലെ ഈ കൊച്ചു സംസ്ഥാനം സ്വന്തമായ ഒരു രാജ്യം പോലെ ആദരിക്കപ്പെടുന്ന, ലോകത്തെവിടെയും നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാവുന്ന ഒരു നാടായി കേരളം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് മാറിയത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം മറ്റൊന്നല്ല, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇൽമിനെ സ്നേഹിക്കുന്നവരാകുന്നു നാം, ഇൽമിനെ വളർത്തിയെടുത്തവരാകുന്നു നാം. മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം മുതൽ, പള്ളികൾ സ്ഥാപിക്കുന്ന കാലം മുതൽ പള്ളികളിൽ ദർസുകൾ സ്ഥാപിക്കുന്ന പാരമ്പര്യമാണ് കേരളത്തിൻ്റെത്. തുഞ്ചത്തെഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്ന് സാധാരണ പറയാറുള്ളത്. ആ തുഞ്ചത്തെഴുത്തച്ഛനെ ഭാഷാ പിതാവായി മലയാളം കാണാനുള്ള കാരണം എന്താണ്? രാമന്റെയും സീതയുടെയും കഥ ഏറ്റവും മനോഹരമായ ഒരു ധർമ്മോപദേശം ചേർത്തുകൊണ്ട് ശുദ്ധമായ മലയാളത്തിൽ ആദ്യമായി അവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് കേവലം രാമന്റെയും സീതയുടെയും കഥ പറഞ്ഞു പോവുകയല്ല, അതിനകത്ത് വലിയ വലിയ ഉപദേശങ്ങളുണ്ട്. മാതാ പിതൃ ഭ്രാതൃ മിത്രാസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നു പൂമൻ. ദേഷ്യം, വൈകാരികമായിട്ടുള്ള വിക്ഷോഭം, ക്രോധം, വെറുപ്പ്, ഇതൊക്കെ മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുമ്പോ ഉമ്മാനെ മറക്കും, വാപ്പാനെ മറക്കും, ഗുരുനാഥന്മാരെ മറക്കും, ഉസ്താദുമാരെ മറക്കും. മനുഷ്യന്റെ മനസ്സ് ദുഷിപ്പിക്കാൻ, അവന്റെ നാവിനെ ദുഷിപ്പിക്കാൻ, അവന്റെ ജീവിതത്തെ താറുമാറാക്കാൻ ഇതിനേക്കാളും വലിയൊരു ദോഷം വേറല്ല. ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും, ക്രോധം മൂലം നൃണാം സംസാരബന്ധനം, ക്രോധമല്ലോ നിജം ധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുധാജനം. മനോഹരമായ ഉപദേശങ്ങൾ ശുദ്ധമായ മലയാള ഭാഷയിൽ രാമന്റെ സീതയുടെ കഥയുടെ ഉള്ളിലായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ മഹത്വമെങ്കിൽ, ആ എഴുത്തച്ഛന് രാമായണം എഴുതുന്ന അതേ കാലത്ത് അതുപോലെ സാഹിതീയ ഭംഗി ചോരാതെ മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ കഥ പറഞ്ഞുകൊണ്ട് ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ധർമ്മോപദേശങ്ങൾ തരാൻ മഹാനായ ഖാലി മുഹമ്മദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ നാട്ടിലുണ്ടായി. അതാണ് കേരളത്തിന്റെ ഒരു ഇസ്സത്ത് എന്ന് പറയുന്നത്. അല്ലാഹ് തീരുഫേരും തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ എന്ന് തുടങ്ങുന്ന മനോഹരമായ മുഹയ്യിദ്ദീൻ മാല, അധ്യാത്മ രാമായണം കിളിപ്പാട്ടിന്റെ അതേ കാലത്ത് ശുദ്ധമായ മലയാള ഭാഷ കൊണ്ട് ഈ നാടിനെ അനുഗ്രഹിച്ച സാഹിതീയ കൃതിയാണ്. അതാണ് മുസൽമാന്റെ ഇസ്സത്ത്. ഇൽമിന്റെ ഒരു വലിയ പാരമ്പര്യം പേറുന്നവരാണ് നമ്മൾ. അള്ളാഹു ആ പാരമ്പര്യം നമുക്ക് നിലനിർത്തി തരട്ടെ. അതില്ലാത്തിടത്ത് അതിന്റെ ഭവിഷ്യത്തുകൾ നമ്മൾ കാണുന്നില്ലേ? ഉത്തരേന്ത്യയിലേക്കൊന്ന് പോയി നോക്കിയാൽ, ലോകത്തിന്റെ വിവിധ ഗ്രാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ആളുകളുടെ പേര് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. വലിയ വലിയ ഔലിയാക്കന്മാരാണോ എന്ന് സംശയിച്ചു പോകും. വലിയ നീണ്ട പേരുകളാണ്. ഫാത്തിഹ ഓതാൻ അറിയാത്ത, ഷഹാദത്ത് കലിമ പോലും ചൊല്ലാൻ അറിയാത്ത. നിങ്ങൾക്കറിയുമോ, ഇന്ത്യയിലെ ചില ഗ്രാമങ്ങളിൽ 100% മുസ്ലിമീങ്ങൾ വസിക്കുന്ന ചേരി പ്രദേശങ്ങളിൽ ആളുകൾക്ക് എന്താണ് തൊഴില് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല. ബസ്സില്, ട്രെയിനില്, അതുപോലെ തിരക്കുള്ള അങ്ങാടികളിലൊക്കെ പോയി നിന്നിട്ട്
പോക്കറ്റടിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിച്ചു പോകുന്ന നൂറുകണക്കിന് മനുഷ്യന്മാര് പാർക്കുന്ന മുസ്ലിം ചേരികൾ ഇന്ത്യയിലുണ്ട്. എന്തേ അങ്ങനെ ഉണ്ടായത്? എന്തേ അങ്ങനെ ഉണ്ടായത്? അല്ലാമ ഇഖ്ബാലിന്റെ പഴയ ഒരു കവിതയിൽ കാണാം, മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് ഓർത്ത് ഞാൻ വേദനിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഇസ്ലാമിക ഭരണകൂടങ്ങൾ തകർന്നു പോയതല്ല. हुकूमत का तो क्या रोना कि वो एक आरिज़ी शे थी. മുഗൾ സാമ്രാജ്യം തകർന്നുപോയി. ടിപ്പു സുൽത്താന്റെ ഭരണം അവസാനിച്ചു പോയി. ഹൈദരാബാദിലെ നിസാമിന്റെ ഭരണം ഇല്ലാതായി പോയി. കണ്ണൂരിലെ അറക്കൽ രാജവംശത്തിന് സ്വാധീനമില്ലാതായി പോയി. ഇതൊന്നും ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ ആവാറില്ല. ഇക്ബാൽ പറയാൻ, हुकूमत का तो क्या रोना कि वो एक आरिज़ी शे थी. തുർക്കി ഖിലാഫത്ത് നഷ്ടമായി പോയി. ഇതൊന്നും എന്നെ വേദനിപ്പിക്കുന്നില്ല. കാരണം എന്താണ്? നഹീൻ ദുനിയാ കെ ആയിനെ മുസല്ലം സേ കോയി ചാറാ. അത് ലോകത്തിന്റെ ഒരു ശൈലിയാണ്. ചില ഭരണങ്ങൾ വരും, ചിലത് വാഴും, ചിലത് വീഴും, ചിലര് വരും, ചിലവര് പോകും. അതൊക്കെ ഭരണകൂട്ടത്തിൽ സാധാരണമാണ്. പക്ഷേ മഗർ വോ ഇൽമ കെ മോതി കിതാബേ അപ്നെ ആബാ की जो देखे उनको यूरोप में तो दिल होता है सिपारा. ഇൽമിന്റെ ഒരു വലിയ ലോകം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഖുർആൻ അറിഞ്ഞുകൂടാ, ദീൻ അറിഞ്ഞുകൂടാ, അള്ളാഹുവിനെ അറിഞ്ഞുകൂടാ, അവന്റെ ഹബീബിനെ അറിഞ്ഞുകൂടാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തിൽ നിന്ന് ഇൽമ ഇല്ലാതായി പോകുന്നതാണ് എന്റെ സങ്കടം എന്ന് ഇഖ്ബാൽ പറഞ്ഞത് നമ്മൾ ഓർക്കണം. ഈ സംസ്കാരങ്ങൾ, ഈമാനിന്റെ ഇൽമിന്റെ ലോകം നമ്മിൽ നിന്ന് മറഞ്ഞു പോയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷയില്ല. പരിശുദ്ധ ഖുർആൻ ഈ ഉമ്മത്തിന്റെ അടയാളമായിട്ട് ഒരു കാര്യം കൂടി എണ്ണുന്നുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവരാണ് ഈ ഉമ്മത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ. The measure of a society is found in how they treat their weakest and most helpless citizens. ഏതൊരു സമുദായത്തെയും നമ്മൾ മാർക്കിടുമ്പോൾ, ആ സമൂഹത്തിന്റെ നിലവാരം എന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം സമുദായത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ളവരോട്, സാമ്പത്തികമായി ഏറ്റവും താഴെ തട്ടിലുള്ളവരോട് അവരുടെ ഇടപാടെങ്ങനെയാണ്? കാരുണ്യത്തോടുകൂടെയാണോ ഗർവോടുകൂടെയാണോ എന്ന കാര്യമാണ് ആദ്യം പരിശോധിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് കാരുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യമാണ്, സ്വഹാബത്ത് കാരുണ്യമാണ്, താബിഈങ്ങളും തബഉ താബിഈങ്ങളും കാരുണ്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ മുഖമുദ്ര കാരുണ്യമാകണം. മതത്തിൽ ജീവകാരുണ്യമുണ്ടോ, രാഷ്ട്രീയത്തിൽ ജീവകാരുണ്യമുണ്ടോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്ന കാലമാണ്. മതമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, എന്താവട്ടെ, നാം ഇടപെടുന്ന ഏത് കാര്യത്തിലും കാരുണ്യമാണ് ഏറ്റവും വലുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മലയാളികളായ സഹോദരങ്ങൾ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത് തന്നെ കാരുണ്യത്തിന്റെ വക്താക്കളായിട്ടാണ് എന്നുള്ളത് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു കാലത്ത് നമ്മുടെ നാട് കുരുളകിന്റെ നാട് എന്നാണ് പറയാ. ഒരു കാലത്ത് നമ്മുടെ നാട് ഇഞ്ചിയുടെ നാട്, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട് എന്നാണ് പറയാ. പക്ഷെ ഇന്ന് ജീവകാരുണ്യത്തിന്റെ ലോക തലസ്ഥാനമായി നമ്മുടെ നാട് മാറുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഈമാനിന്റെ, ഇൽമിന്റെ, റഹ്മത്തിന്റെ ഈ ഉന്നതമായ സംസ്കാരം അതൊരിക്കലും നശിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം.
ഇതുപോലെയുള്ള ആണ്ടനുസ്മരണങ്ങളിൽ ഉറൂസുകളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ പിരിഞ്ഞു പോകുമ്പോ അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടത് അതിനു വേണ്ടിയാണ്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ, ഇൽമിന്റെ ഈ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, കാരുണ്യത്തിന്റെ ഈ കരുത്ത് നമുക്ക് ചോർന്നു പോകാതിരിക്കാൻ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തതുപോലെ اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين. അല്ലാഹുവേ, നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും എനിക്ക് നീ തൗഫീഖ് നൽകേണമേ, തന്റെ ഇടം തന്നനുഗ്രഹിക്കണമേ. വഹുബ്ബൽ മസാകീൻ, സാധുക്കളോടുള്ള സ്നേഹം അത് പ്രത്യേകമായിട്ട് ചോദിച്ചു വാങ്ങിയിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രഖ്യാപനം ആധുനിക ലോകത്ത് കണ്ണു തുറപ്പിക്കേണ്ട പ്രഖ്യാപനമാണ്. ഇപ്പൊ നമ്മൾ ചില കല്യാണങ്ങൾ കാണുന്നു, ഹൗസ് വാമിങ്ങുകൾ കാണുന്നു. എന്താ പ്രത്യേകത? PR-മാരെ വിട്ടിരിക്കുകയാണ് അതിഥികളെ ക്ഷണിക്കാൻ. എന്താ അതിഥികൾക്കുള്ള നിബന്ധന? യൂട്യൂബ് തുറക്കുക, ഇൻസ്റ്റാഗ്രാം തുറക്കുക, സോഷ്യൽ മാധ്യമങ്ങൾ തുറന്നിട്ട് ആരൊക്കെയാണോ ഈ നാട്ടിലെ സെലിബ്രിറ്റികൾ അവരെ മുഴുവനും വിളിക്കുക. അതാണ് കല്യാണം, അതാണ് ഹൗസ് വാമിംഗ്, അതാണ് ഫംഗ്ഷനുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് ലോകത്തെ ഉണർത്തിയ ഒരു തമ്മാടിത്തരമാണിത്. അവിടെ നിന്ന് പറഞ്ഞു, അത് തമ്മാടിത്തമാണ്, ചെയ്യരുതേ. ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം ത്വാമുൽ വലീമ, അത് സദ്യയിൽ വിളമ്പപ്പെടുന്ന ഭക്ഷണമാ. ഏതാണ് ആ സദ്യ എന്നറിയുമോ? ധനാഢ്യരായ ആളുകൾ, കാര്യമാത്ര പ്രസക്തരായ ആളുകൾ, സെലിബ്രിറ്റികൾ മാത്രം വിളിക്കപ്പെടുന്ന ചടങ്ങുകൾ. അവിടെ പാവപ്പെട്ട ആളുകളില്ല. സാധുക്കളായ ആളുകൾക്ക് അവിടെ ഇടമില്ല. അങ്ങനെ നടത്തപ്പെടുന്ന സദ്യ, അവിടെ വിളമ്പുന്ന ഭക്ഷണം ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ഭക്ഷണമാണ് എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയ ലോകത്തെ വിവാദങ്ങളൊക്കെ കാണുമ്പോൾ ഈ വാക്കിന്റെ പ്രസക്തി കൂടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതുപോലെ സാധുക്കളോടുള്ള കാരുണ്യവും സ്നേഹവും എന്നിൽ നിറക്കേണമേ എന്ന് ദുആ ചെയ്യേണ്ട കാലമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സംസ്കാരങ്ങൾ ഇല്ലാതായാൽ നമ്മൾ ഇല്ലാതാവും. ചിലരൊക്കെ വിചാരം നമ്മൾ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് മാറി നിന്നാലല്ലേ ലോകം നമ്മളെ ഇഷ്ടപ്പെടൂ എന്നുള്ളതാണ്. നമ്മൾ തട്ടടാതെ നടക്കുക, പർദ്ദടാതെ നടക്കുക, തൊപ്പിടാതെ നടക്കുക, താടി ഒഴിവാക്കുക, നിസ്കാരം ഒഴിവാക്കുക, വേണ്ടാത്തരങ്ങളിൽ നല്ല സ്വാതന്ത്ര്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അടിച്ചു പൊളിക്കുക. അങ്ങനെയൊക്കെ ചെയ്താലേ ലോകം നമ്മളെ അംഗീകരിക്കൂ എന്ന തെറ്റിദ്ധാരണ മൂത്ത ഒരു കാലമാണ്. ആ കാലത്താണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതല്ല ലോകം ആഗ്രഹിക്കുന്നത്, ആദരിക്കുന്നത്, അംഗീകരിക്കുന്നത്. മറിച്ച് നമ്മുടെ ഈമാനും നമ്മുടെ ഇൽമും നമ്മുടെ റഹ്മത്തും അതിൻ്റെ പത്തരമാറ്റോടുകൂടെ നമ്മൾ നിലനിർത്തണം. അപ്പോഴാണ് വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ ഇസ്സത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇലക്ഷന്റെ സമയമാണ്, മറ്റൊരുപാട് തിരക്കുകളൊക്കെ എല്ലാവർക്കും ഉള്ള കാലമാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട വലിയുല്ലാഹി അലി ഹസൻ ഉസ്താദിൻ്റെ സമീപത്ത് നമ്മൾ ഒരുമിച്ച് കൂടി ആ ഉറൂസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ദിവസവും ഇവിടെ സംഗമിക്കുമ്പോൾ ഇവിടെ ഒന്നൊന്ന് ദുആ ചെയ്തിട്ട് പോവുക എന്ന് പറഞ്ഞാൽ വലിയ ബറക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് നമ്മുടെ ഇന്നത്തെ ദുആ ഖബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നിരന്തരമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന വലിയ അഭ്യുദയകാംക്ഷികളായ ദീനീ സ്നേഹികളായ വലിയൊരു വിഭാഗം ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അവരിൽ പലരും ഈ സദസ്സിൽ വന്നിരിക്കുന്നുണ്ട്, പലരും ഈ പരിപാടി വിവിധ മാർഗങ്ങളിലൂടെ ശ്രവിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ നമ്മുടെ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ
മുതൽ കൂട്ടാവുന്ന തരത്തിൽ നല്ല ഒരു സ്ഥാപനം, ഒരു ഓഡിറ്റോറിയം ഇവിടെ പണിയാനുള്ള പണിയൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ വലിയ ഒരു ചെലവ് വരുന്ന സംരംഭമാണ്. നമ്മുടെ ഈ സ്ഥാപനങ്ങൾ തീർച്ചയായും നമ്മളെല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പിന്തുണ അർഹിക്കുന്ന, ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, ചോദിക്കുന്ന ഒരു സന്ദർഭമാണിത്. തീർച്ചയായും നാം ഒക്കെ അത് ഹൃദയത്തിൽ നല്ലതുപോലെ ഏറ്റെടുത്ത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടെ അത് കേട്ട് നമ്മൾ എല്ലാവിധമായ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ഈ സമയത്ത് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഒരു കുപ്പി തേന് ഒരു സഹോദരൻ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും തന്നിരുന്നു. പരിപാടി അവസാനിക്കുന്നത് വരെ എല്ലാ ദിവസവും അദ്ദേഹം അത് സന്തോഷത്തോടുകൂടെ നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല മനസ്സിനെ കബൂൽ ചെയ്യട്ടെ. നാം ഓരോരുത്തരും നമ്മെ കൊണ്ടാവും വിധം ദീനിനെ വളർത്തുക, ഇൽമിനെ വളർത്തുക എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു തൗഫീഖാണ്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ അല്ലാഹു തആല ഹലാലായ സ്വത്ത് നൽകി അനുഗ്രഹിച്ച, ദീനിനെ സഹായിക്കാൻ വേണ്ടി അവൻ തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച ഒരു സഹോദരൻ നല്ലൊരു വിലക്ക് ഇൻഷാ അല്ലാഹ് ഇത് ഏറ്റുവാങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഓരോ സദസ്സിലും, ഓരോ ഗ്രാമത്തിലും, ഓരോ നാട്ടിലും അല്ലാഹു തആല പ്രത്യേകമായി അനുഗ്രഹിച്ച കുറെ കൈകൾ ഉണ്ടാവും. ആ കൈകളെ അല്ലാഹു തആല തെരഞ്ഞെടുക്കുന്നത് തന്നെ അവന്റെ ദീനിന് ഒരു സഹായമാവണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലും അങ്ങനെ അല്ലാഹു അനുഗ്രഹിച്ച ഒരാൾ കാണും. നിരവധി ആളുകൾ ഉണ്ടാവും. കൂട്ടത്തിൽ ഒരാൾ ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നിട്ട് നല്ലൊരു വിലക്ക് ഇത് വിളിച്ചെടുക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. എത്രയാണ് നിങ്ങൾ വില പറയാം? ആർക്കോ എഴുന്നേറ്റിക്കാം, ഇങ്ങോട്ട് വരാം. നല്ലൊരു വിലക്ക് ഇൻഷാ അല്ലാഹ് അത് ഏറ്റെടുക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഇത് നല്ല മനസ്സോടുകൂടെ ഏറ്റെടുത്ത് സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് അല്ലാഹുവിൻ്റെ റിള ആഗ്രഹിച്ചുകൊണ്ട് ഈ കർമ്മത്തിൽ പങ്കാളിയാവുന്ന ആ സഹോദരനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതാരാണെങ്കിലും അവരുടെ മനസ്സിൻ്റെ ഹലാലായ മുറാദുകൾ, ദുന്യവിയും ഉഖ്റവിയുമായ അവരുടെ ഹാജത്തുകൾ, നല്ല അവരുടെ നിയ്യത്തുകൾ അല്ലാഹുവേ നീ സാധിപ്പിച്ചു കൊടുക്കണമേ തമ്പുരാനെ. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനരുടെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാം ആശ്രയമായിട്ടുള്ള ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ നീ അവരെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആരാണ് ഒരു നല്ല വില പറയാ? ബിസ്മില്ലാ. വരി. എത്രയാണ് വേണ്ടത്? 2001 പറഞ്ഞു. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ ഒരു പദ്ധതി നമ്മുടെ മുന്നിൽ ഉണ്ടായതുകൊണ്ട് നമ്മൾ നൽകുന്ന എത്ര വലിയ സംഖ്യ നൽകിയാലും അതൊക്കെ ഈ പദ്ധതിയുടെ വലിപ്പത്തിന്റെ മുമ്പിൽ ചെറുതാണ്. ചെറുപ്പം വലിപ്പം എന്നൊക്കെ പറഞ്ഞാൽ ആപേക്ഷികാണല്ലോ. അപ്പം ഇൻഷാ അല്ലാഹ് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും എല്ലാം ഈ ഉറൂസിന്റെ സമയത്ത് പ്രത്യേകിച്ച് ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാരും ഉസ്താദുമാരും സാദാത്തുകളൊക്കെ വന്നുകൊണ്ട് ദുആ ചെയ്യുന്നതാണ്. അവരുടെയൊക്കെ ദുആയിൽ ഉൾപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് സംഭാവനകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനായ കരുണക്കടലായ രാജാതിരാജനായ തമ്പുരാനെ, ഈ മഹത്തായ മജ്ലിസിൽ, ഈ അനുഗ്രഹീതമായ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റബ്ബേ.
അല്ലാഹുവേ ഞങ്ങളുടെ ഈ സദസ്സിന്റെ ദുആ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഞങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സർവ്വ ദോഷങ്ങളും പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണേ അല്ലാ. നിന്റെ റഹ്മത്തിന്റെ ഒരു നോട്ടം ഞങ്ങൾക്ക് നേരെ നോക്കണേ അല്ലാ. നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണേ അല്ലാ. നിന്റെ അഫ്വ് നൽകി നാളെ ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, ശിഷ്യഗണങ്ങൾ, സഹോദരങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ച സഹായിച്ച ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ലോക മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് മുഴുവനും നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉറ്റവരുടെ ഉടയവരുടെ ഖബറിടങ്ങളെ നീ സ്വർഗ്ഗപൂങ്കാവനങ്ങളാക്കണേ അല്ലാ. അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമായ സുഖത്തിലും സന്തോഷത്തിലുമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും കുഞ്ഞുങ്ങളിലും ഒരുപാട് രോഗികളുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, സർവരോഗികൾക്കും നീ ശിഫ നൽകണേ അല്ലാ. സലാമത്തു നൽകണേ അല്ലാ. പരിപൂർണ ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, വിദേശങ്ങളിലും സ്വദേശത്തുമൊക്കെ ജോലി ചെയ്യുന്ന എല്ലാ സഹോദരന്മാർക്കും നീ ഹലാലായ ത്വയ്യിബായ റിസ്ഖിൽ വിശാലത നൽകണേ അല്ലാ. തൊഴിലിടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. റാഹത്തുള്ള ജീവിതം നസീബാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മക്കൾ ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പരകൾ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരാക്കണേ അല്ലാ. ഇൽമു കൊണ്ട്, തഖ്വ കൊണ്ട്, ഈമാൻ കൊണ്ട് അലങ്കരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ പഠനത്തിന് തടസ്സമാകുന്ന രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, സർവമാന പ്രതിസന്ധികളിൽ നിന്നും എത്രയും വേഗം അവരെ നീ സലാമത്താക്കണേ അല്ലാ. ശിഫയിലാക്കണേ അല്ലാ. പടച്ചവനെ, പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നാഫിയായ ഇൽമിൽ വർദ്ധനവ് നൽകണേ അല്ലാ. അതബുള്ള, ഈമാനുള്ള, സ്വഭാവ ശുദ്ധിയുള്ള, ദുനിയാവിലും ആഖിറത്തിലും കണ്ണിന് കുളിർമ നൽകുന്ന നല്ല മക്കളെ നൽകണേ നാദാ. പടച്ചവനെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെ, ഈമാനോടെ, വുളൂഓടുകൂടെ മരിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, നരകത്തിന്റെ ഖബറിന്റെ അദാബുകളിൽ നിന്ന് കാക്കണേ അല്ലാ. ഹിസാബില്ലാതെ രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വർഗം നിന്റെ മഹലായ ഫദ്ല് കൊണ്ട് നസീബാക്കണേ അല്ലാ. ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയൊന്ന് കാണാൻ, ആ ചാരത്തൊന്ന് ചെന്നണയാൻ അല്ലാഹുവേ, നാളെ പരലോകത്ത് ശഫാഅത്ത് കൊണ്ട്, ഹൗദുൽ കൗസർ കൊണ്ട്, സ്വർഗീയമായ സുഹബത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഇവിടെ നടക്കുന്ന ബഹുമാനപ്പെട്ട സ്ഥാപനങ്ങൾ അല്ലാഹുവേ, ഇവിടെ പഠിക്കുന്ന ആലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, അവർക്ക് നേതൃത്വം നൽകുന്ന ഈ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അവരുടെ സഹായികൾ, സഹകാരികൾ, അല്ലാഹുവേ, നിന്റെ ഇൽമു വളരാൻ, മുത്തഅല്ലിമീങ്ങളുടെ പഠനം സുഗമമായി നടക്കാൻ, ശരീരം കൊണ്ട്, ഇൽമു കൊണ്ട്, സമ്പത്ത് കൊണ്ട്, മറ്റേതൊക്കെ രീതിയിൽ ഏതെല്ലാം ആളുകളെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ, സഹായങ്ങൾ,
കാഴ്ചവെക്കുന്നുവോ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈ നാട് വലിയ പാരമ്പര്യമുള്ള ഒരു നാടാണ്. ഇതൊരു ഖൈറിന്റെ നാടാക്കണേ അല്ലാ. ഇവിടെയുള്ള ഓരോ വീടും ബറക്കത്തിന്റെ വീടാക്കണേ അല്ലാ. ഇവിടെ വളർന്നു വരുന്ന പുതിയ തലമുറ നിന്റെ ദീനിനോട്, ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂറുള്ള സ്നേഹമുള്ള ബഹുമാനമുള്ള ഒരു തലമുറയാക്കണേ അല്ലാ. പടച്ചവനെ, ഇവിടെ വരുമ്പോ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിനകത്തുള്ള ഖൈറായ നിയ്യത്തുകൾ, ഹലാലായ മുറാദുകൾ, ദുന്യവിയും ഉഖ്റവിയുമായ ഹാജത്തുകൾ അതൊക്കെ നീ നിറവേറ്റി തരണേ അല്ലാ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും വിലപ്പെട്ട ദുആകളിൽ ഉൾപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.